തീർച്ചയായിട്ട് ജഡത്തിൽ വെളിപ്പെട്ട ക്രിസ്തു എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു വരികയാണല്ലോ. അതിൽ 2 ക്ലാസ് നമ്മൾ കർത്താവിൻ്റെ ദൈവത്വത്തെക്കുറിച്ച് സംസാരിച്ചു. 2 സെഷനിൽ നമ്മൾ കർത്താവിൻ്റെ പൂർണ്ണ മനുഷ്യത്വത്തെക്കുറിച്ച് സംസാരിച്ചു. ഒരു സെഷനിൽ നമ്മൾ ഇത് രണ്ടും ഒരു വ്യക്തിയിൽ ഒന്നിച്ചായിരിക്കുമ്പോൾ അതിൻ്റെ പ്രായോഗികമായ ആപ്ലിക്കേഷൻ എന്താണ്, എങ്ങനെയാണ് ഈ കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്തത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. നമ്മൾ ഇന്ന് പകൽ 2 കാര്യങ്ങൾ 2 ക്ലാസ്സുകളായിട്ട് കർത്താവ് ജഡത്തിൽ വെളിപ്പെട്ടു, കർത്താവ് നമുക്ക് തുല്യമായിട്ട് പരീക്ഷിക്കപ്പെട്ടു എന്നുള്ള കാര്യമാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ട യേശു കർത്താവ്, നമ്മുടെ ഈ കാര്യങ്ങളിൽ വളരെ ഒരു വ്യക്തത ഉണ്ടാവണം. നമ്മൾ യേശുവിനെക്കുറിച്ച് പറയുമ്പോൾ യേശു അവിടുന്ന് പൂർണ്ണ ദൈവമായിരുന്നു, പൂർണ്ണ മനുഷ്യനായിരുന്നു. നമ്മുടെ മനസ്സിലുള്ള അബോധപൂർവമായ സാധാരണ ആളുകളുടെ ചിന്ത എന്തെന്ന് വെച്ചാൽ, യേശു സ്വർഗത്തിലായിരുന്നപ്പോൾ അവിടുന്ന് ദൈവമായിരുന്നു, ഇവിടെ ഭൂമി വന്നപ്പം മനുഷ്യനായി, ഇങ്ങനെയാണ് ചിന്ത. എന്നാൽ അവിടുന്ന് ഭൂമിയിലായിരുന്നപ്പോഴും അവിടുന്ന് എന്തു തന്നെയായിരുന്നു? ദൈവം തന്നെയായിരുന്നു. ദൈവത്വത്തെ മാറ്റിവെക്കാനായിട്ട് യേശുവിന് കഴിയില്ല. കാര്യം യേശുവിൻ്റെ അസ്തിത്വത്തിൽ എന്താ ഉള്ളത്? ദൈവത്വമുണ്ട്. അവിടുന്ന് പൂർണ്ണ ദൈവവുമാണ്, പൂർണ്ണ മനുഷ്യനുമാണ്. അതുകൊണ്ട് അവിടുന്ന് ഭൂമിയിലായിരുന്നപ്പോഴും അവിടുന്ന് പൂർണ്ണ ദൈവമായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ വളരെ പ്രാഥമികമായ കാര്യങ്ങളാണെന്ന് പറഞ്ഞാലും നമ്മളതിൻ്റെ വാക്യങ്ങളും തെളിവുകളും ഒക്കെ പറയുന്നത്, ഇതിലെല്ലാം കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ ഡിസ്പ്യൂട്ടുണ്ട്. ആ കാര്യങ്ങൾ വെച്ചിട്ട് പലരും ചിലപ്പോൾ നമ്മളോട് സംസാരിച്ചെന്നിരിക്കും, യേശുവിൻ്റെ ഭൂമിയിലായിരുന്നപ്പോൾ അവിടുത്തെ ദൈവത്വം, അവിടുന്ന് ദൈവമായിരുന്നോ അതോ ദൈവത്വം മാറ്റിവെച്ചോ? ദൈവത്വമല്ല മാറ്റിവെച്ചത്, ദൈവത്വത്തിൻ്റെ അവകാശങ്ങളാണ് മാറ്റിവെച്ചത്. അത് നമുക്ക് പറയാം. അപ്പോൾ ഭൂമിയിലായിരുന്നപ്പോഴും യേശു എന്തായിരുന്നു? യേശു ദൈവമായിരുന്നു. അവിടുന്ന് താൻ ഭൂമിയിലായിരുന്നപ്പോൾ ദൈവമായിരുന്നു എന്നതിന് എന്താ നമുക്ക് തെളിവുള്ളത്? ഏത് കാര്യത്തിനും നമുക്ക് ദൈവവചനത്തിൽ നിന്ന് മാത്രമാണല്ലോ നമുക്ക് തെളിവുകൾ എടുക്കാനായിട്ട് കഴിയുന്നത്. ഒന്നെന്ന് പറയുന്നത്, ദൈവത്തിന് മാത്രമേ ആരാധന സ്വീകരിക്കാനായിട്ട് കഴിയുള്ളൂ. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ അവിടുന്ന് നസ്രത്തിൽ ജനിച്ചു, ഒരു സാധാരണ ആളായിട്ട് സമൂഹത്തിൽ പെരുമാറി പരസ്യ ശുശ്രൂഷ ആരംഭിച്ചെങ്കിലും ആ യഹൂദ സമുദായം കർത്താവിനെ അംഗീകരിച്ചില്ല. അവരുടെ ദൃഷ്ടിയിൽ ഇവൻ മറിയത്തിൻ്റെ മകനല്ലയോ? നമ്മൾ ആ 2 പ്രയോഗങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സുവിശേഷങ്ങളിലെ 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. അവൻ്റെ ലാവണ്യവാക്കുകൾ കേട്ട ആളുകൾ സന്തോഷമായിരുന്ന ഒരു സന്ദർഭത്തിൽ അവൻ ജോസഫിൻ്റെ മകൻ എന്നാണ് പറയുന്നത്. എന്നാൽ അവനോട് വിഷമം വന്നപ്പോൾ, അവൻ്റെ മുമ്പാകെ ഇടറിപ്പോയപ്പോൾ ആ ജനം തന്നെ പറയുന്നത് അവൻ മറിയയുടെ മകനല്ലയോ എന്ന്. രണ്ടും തമ്മിലൊരു ചെറിയ വ്യത്യാസമുണ്ട്. മറിയയുടെ മകനെന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്തൊരു ദുസൂചനയുണ്ട്. നസ്രത്ത് പോലൊരു ചെറിയ ഗ്രാമത്തിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥലത്ത് ഒരു പെൺകുട്ടി പെട്ടെന്ന് വിവാഹത്തിന് മുമ്പ് തന്നെ ഗർഭിണിയായെന്നും അവൾ പ്രസവിച്ചെന്നും ഒക്കെ വരുന്നത് ആർക്കും ഒളിച്ചു വെക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. നമ്മുടേതുപോലെ ഒരു നാട് തന്നെ ചിന്തിക്കുക. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടായാൽ വളരെ വേഗത്തിൽ, പത്രത്തിലൊന്നും കൊടുക്കണ്ട, വളരെ വേഗത്തിൽ അത് ആളുകളുടെ, ഗ്രാമത്തിലുള്ളവരുടെ എല്ലാം അറിവിൽ പെടും. എന്ന് പറഞ്ഞതുപോലെ യേശു ജനിച്ചു വീണപ്പം മുതൽ അവനെ ഇഷ്ടപ്പെടാത്ത രംഗങ്ങളിൽ അവൻ മറിയയുടെ മകനല്ലയോ തച്ചല്ലയോ എന്നാണ് ആക്ഷേപിക്കുന്നത്. ഞാൻ പറഞ്ഞാൽ വന്നത്, അങ്ങനെ മറിയത്തിൻ്റെ മകനായിട്ടും ഒരു തച്ചനായിട്ടും ഒരു സാധാരണക്കാരനായിട്ടും സമൂഹം വിലമതിച്ചിരുന്ന കാലഘട്ടത്തിലും കർത്താവായ യേശു ക്രിസ്തുവിന് ആളുകളുടെ ആരാധന സ്വീകരിക്കാൻ ഒരു മടിയും ഉണ്ടായിരുന്നില്ല. 7 ഭാഗങ്ങളിൽ യേശു ആരാധന സ്വീകരിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതിൽ 5 ഭാഗങ്ങളും മത്തായി എഴുതിയ സുവിശേഷത്തിലാണ്. മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 2-ാമത്തെ വാക്യം. നമുക്ക് ഒരു വാക്യം മാത്രം അതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കാം. എല്ലാം നമുക്ക് നോക്കാനായിട്ട് സമയമില്ലല്ലോ. മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ കർത്താവിൻ്റെ മുമ്പാകെ നമസ്കരിച്ചു എന്ന് പറയുന്ന ആ ഭാഗം, അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്നവനെ നമസ്കരിച്ചു. വർഷിപ്പ്
മലയാളത്തിൽ ചിലപ്പോൾ നമസ്കരിച്ചു എന്ന് കാണുമ്പോൾ നമുക്ക് അത്രത്തോളം വ്യക്തതയില്ല. വർഷിപ്പ്, യേശുവിനെ ആരാധിച്ചപ്പോൾ യേശു എന്താ പറയുന്നത്? യേശു പറയുന്നില്ല, ഒരിടത്ത് പോലും പറയുന്നില്ല എന്നെ ആരാധിക്കണ്ട, എന്നെയല്ല ആരാധിക്കേണ്ടത്, ദൈവത്തെ ആരാധിക്കേണ്ടത് എന്ന് പറയുന്നില്ല. 7 സന്ദർഭങ്ങൾ മത്തായി എഴുതിയ സുവിശേഷത്തിൽ തന്നെ 8:2 നമ്മൾ വായിച്ചത്, 9:18, 14:33, 15:25, 20:20 എന്നീ ഭാഗങ്ങൾ നമ്മൾ നോക്കുക. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 6-ാമത്തെ വാക്യം നോക്കുക. യോഹന്നാൻ 9:38. 7 സ്ഥലങ്ങളിൽ യേശുവിനെ വീണ് നമസ്കരിക്കുകയും ആരാധിക്കുകയും ചെയ്തു. ഒരു സ്ഥലത്ത് പോലും യേശു പറഞ്ഞില്ല എന്നെ നമസ്കരിക്കരുത്, കാരണം ദൈവത്തിന് മാത്രമാണ് ആരാധന സ്വീകരിക്കാൻ ഒക്കുന്നത്, ഞാൻ അങ്ങനെയല്ലല്ലോ എന്ന് പറഞ്ഞില്ല. അതിൻ്റെ അർത്ഥം എന്താ? യേശുവിന് ഈ കാര്യങ്ങൾ അറിയില്ലായിരുന്നോ? ചെറുപ്പം മുതൽ തന്നെ തിരുവെഴുത്ത് പഠിച്ച് നിശ്ചയം പ്രാപിക്കുകയും ഇരിക്കുകയും മറ്റ് അതിൻ്റെ അകത്തെ ഉപദേഷ്ടാക്കന്മാരെ പോലും പരിഭ്രമിപ്പിക്കുന്ന നിലയിൽ ആ കാര്യങ്ങളിൽ അവഗാഹം നേടുകയും ചെയ്തതാണ് 12-ാം വയസ്സിൽ പോലും. അപ്പോൾ യേശുവിന് ഈ കാര്യങ്ങളെല്ലാം കരതലാമലകം പോലെ അറിയാമായിരുന്നു, കൃത്യമായിട്ട് അറിയാമായിരുന്നു. എങ്കിലും യേശു ആ കാര്യങ്ങൾ അറിഞ്ഞിരിക്കെ തന്നെ താൻ എന്നെ ആരാധിക്കണ്ട എന്ന് പറഞ്ഞില്ല. അപ്പോൾ ആരാധന സ്വീകരിക്കുമ്പോൾ തനിക്കറിയാമായിരുന്നു താൻ ആരാണ് എന്നുള്ള കാര്യം അറിയാമായിരുന്നു. താൻ ദൈവമായിരുന്നു. ഭൂമിയിലായിരുന്നപ്പോഴും താൻ ദൈവമായിരുന്നു. ഒരു സാധാരണ മനുഷ്യനെ പോലെ പെരുമാറിയപ്പോഴും താൻ ദൈവമായിരുന്നു. അതാണ് ആരാധന സ്വീകരിച്ചു എന്നുള്ള കാര്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. എന്നാൽ ഈ ഭൂമിയിൽ ഇതുപോലെ തന്നെ പല സന്ദർഭങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. 2 സന്ദർഭങ്ങളെങ്കിലും നമ്മുടെ ഓർമ്മയിലുണ്ട്. പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായത്തിൽ പത്രോസ് ചെന്ന് അവിടെ സുവിശേഷം അറിയിക്കുന്ന ഒക്കെ രംഗത്ത് ആളുകൾ സന്തുഷ്ടരായിട്ട് അവൻ്റെ മുൻപാകെ അവനെ നമസ്കരിക്കുകയും അവനെ ആ നിലയിൽ ഒരു ദൈവദൂതനെ പോലെ, ഒരു ദൈവത്തെ പോലെ ഒക്കെ കരുതുകയും ഒക്കെ ചെന്നപ്പോൾ, അവനെ വർഷിപ്പ് ചെയ്തപ്പോൾ പത്രോസ് ഉടനെ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? എന്നെ ആരാധിക്കണ്ട എന്ന് പറയുന്നുണ്ട്. കൊർന്നല്യോസിൻ്റെ ഭവനത്തിൽ കൈസരിയിൽ എത്തിയ രംഗം അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യം. പത്രോസ് അകത്ത് കയറിയപ്പോൾ കൊർന്നല്യോസ് എതിരേറ്റ് അവൻ്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. പത്രോസോ, എഴുന്നേൽക്ക, ഞാനും ഒരു മനുഷ്യനത്രേ എന്ന് പറഞ്ഞ് അവനെ എഴുന്നേൽപ്പിച്ചു. എന്നെ നമസ്കരിക്കരുത്, എന്നെ വർഷിപ്പ് ചെയ്യണ്ട, എന്നെ ആരാധിക്കണ്ട, കാരണം ഞാൻ ആരാ? ഞാനൊരു മനുഷ്യനാണ്. അപ്പോൾ അതിൽ നിന്ന് അർത്ഥമാകുന്നത് എന്താ? ആരാധിക്കണം. ആരെ ആരാധിക്കണം? ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ, മനുഷ്യനെ ആരാധിക്കരുത് എന്നുള്ളത് പത്രോസ്. അന്ന് പത്രോസ് ആ ആരാധന സ്വീകരിച്ചിരുന്നെങ്കിൽ ആരും ഒന്നും പറയാനില്ല, ആരും അറിയ പോലുമില്ല. പത്രോസ് ഒറ്റയ്ക്ക് അവിടെ ചെല്ലുന്നത്. കൊർന്നല്യോസും അവൻ്റെ ചാർച്ചക്കാരും എല്ലാം അവിടെ ഉള്ളത്. അവരാരെങ്കിലും വീണ് നമസ്കരിച്ച കിട്ടിയതിരിക്കട്ടെ എന്ന് പറഞ്ഞ് അത് വാങ്ങിച്ച് പോക്കലിലിടുന്ന ഒരു പരിപാടി പത്രോസിനില്ലായിരുന്നു. പത്രോസ് വളരെ സത്യസന്ധനും നിഷ്കളങ്കനുമായിരുന്നതുകൊണ്ട് പത്രോസ് ഉടനെ തന്നെ തീയെ ചവിട്ടുമ്പോൾ നമ്മൾ പെട്ടെന്ന് കാല് പിൻവലിക്കുന്ന പോലെ, നമ്മൾ ഞടുങ്ങിപ്പോകുന്ന പോലെ ഒരാൾ പെട്ടെന്ന് തന്നെ നമസ്കരിച്ചപ്പോൾ പത്രോസ് എന്താ പറയുക? അയ്യോ, എന്നെ നമസ്കരിക്കരുത്, ദൈവത്തെ മാത്രമേ നമസ്കരിക്കാവൂ, ഞാനൊരു വെറും മനുഷ്യനാണ്. പ്രിയപ്പെട്ടവരെ, ഇതിൽ നിന്നൊക്കെ നമ്മൾ എടുക്കേണ്ട നമ്മളെ സംബന്ധിച്ചുള്ള പാഠങ്ങളുണ്ട്. ആളുകൾ നമ്മൾ ഈ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ആളുകൾ എന്തോ ചെയ്യും? ആളുകൾ നമുക്ക് അർഹതയില്ലാത്ത അംഗീകാരങ്ങളും ആദരങ്ങളും നമുക്ക് തരും. അതിനവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർ ദൈവവചനം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു നിഴലാട്ടം ഒരു വ്യക്തിയിൽ കാണുമ്പോൾ ആളുകൾ എന്ത് ചെയ്തു പോകും? ആളുകൾ ബഹുമാനിച്ചു പോകും, ആദരിച്ചു പോകും. പക്ഷേ ആ ആദരവൊക്കെ നമുക്കുള്ള ആദരവായിട്ട് നമ്മൾ ഒരു കാരണവശാലും കാണരുത് എന്നുള്ള ഒരു കാര്യം കൂടെ ഇതിൽ നിന്ന് നമുക്കൊരു പാഠമായിട്ട് നമ്മൾ എടുക്കണം. നമ്മളെങ്ങോട്ട് വിരൽ ചൂണ്ടണം? എന്നെയല്ല, ദൈവത്തെ എന്ന് പറഞ്ഞ് നമ്മിലേക്ക് തന്നെ ആളുകളെ ആകർഷിക്കാതെ. ഇതൊരു കൊച്ചു കാര്യമല്ല, നമ്മൾ ജീവിതത്തിൽ ഉടനീളം പുലർത്തേണ്ട ഒരു കാര്യമാണ്. നമ്മളൊരു സമൂഹം എന്നുള്ള നിലയിൽ, സഭ എന്ന നിലയിൽ ഇവിടെ ഇരിക്കുന്നവരൊക്കെ സഭയുടെ ഉത്തരവാദിത്തങ്ങളുള്ള സഹോദരന്മാരാണ്. സഹോദരന്മാരും സഹോദരിമാരും ചെറുപ്പക്കാരും ഒക്കെ നമ്മളെ വളരെ ആദരിക്കുകയും വലിയ ദൈവഭൃത്യൻ എന്നുള്ള നിലയിൽ കൊണ്ടാടുകയും ഒക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് ആ അക്നോളജ്മെൻ്റ് ഉണ്ടായിരിക്കണം. എന്താ? ഞാൻ ഒരു മനുഷ്യനാണ്. ഇതെല്ലാം ആർക്കുള്ളതാ?
ദൈവത്തിനുള്ളതാ, കർത്താവിനുള്ളതാ എന്നുള്ള ബോധ്യം ഉണ്ടായിരിക്കണം. കർത്താവ് കയറിയ കഴുതയുടെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ അങ്ങനെ ഒരു ഭാവന കേട്ടിട്ടുണ്ട്. കർത്താവ് ഒരിക്കൽ ഒരു കഴുതയുടെ മുകളിൽ കയറി. കഴുതയുടെ മുകളിൽ കയറിയപ്പോൾ ആളുകളെല്ലാം എന്ത് വിചാരിച്ചു? അവന് ഹോശാന പാടാനായിട്ട് അവർ തീരുമാനിക്കുകയും ഈ യേശു കടന്നു വന്ന കഴുതയുടെ മുമ്പിൽ അവരവരുടെ വസ്ത്രങ്ങൾ വിരിക്കുകയും ചെയ്തു. വസ്ത്രങ്ങൾ വിരിച്ചു. അപ്പോൾ ഈ കഴുത വെറും കഴുതയാണല്ലോ, അതുകൊണ്ടാണ് കഴുതയെന്ന് പറയുന്നത്. ഈ കഴുത വിചാരിച്ചു, ആഹാ, ഇതേവരെ അത് അപ്രസക്തനായിട്ട് ആ നഗരവീഥിയിലൂടെ ഇങ്ങനെ ആളുകളുടെ അടിയും തുപ്പുമൊക്കെ കൊണ്ട് നടന്നിരുന്ന കഴുത നോക്കിയപ്പം കാര്യങ്ങളെല്ലാം മാറിയിരിക്കുന്നു. ഒരു ദിവസം ഇരുണ്ട് വെളുത്തപ്പോഴത്തേക്ക് ഞാനൊരു താരമായി മാറിയിരിക്കുന്നു. ആളുകളൊക്കെ എൻ്റെ മുമ്പിൽ അവരുടെ വസ്ത്രങ്ങൾ വിരിക്കുന്നു, എന്നെ കൊണ്ടാടുന്നു, എനിക്ക് വേണ്ടി വഴിയൊരുക്കുന്നു, ഹോശാന പാടുന്നു. കഴുത വിചാരിച്ചു ഇത് കഴുതയ്ക്ക് വേണ്ടിയുള്ള ആദരവാണെന്ന് വിചാരിച്ച് ഇത് കഴുതയുടെ തലയ്ക്ക് പിടിച്ചു. സംഭവം ഭാവനയോട് അവസാനിക്കുന്നില്ല. കർത്താവ് യെരുശലേമിൽ ചെന്ന അവസാനം ഈ കഴുത പുറത്തുനിന്ന് ഇറങ്ങി. കഴുതപ്പുറത്തുനിന്ന് ഇറങ്ങിയിട്ട് ഈ കഴുതയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് സുവിശേഷങ്ങളിൽ പറയുന്നില്ല. പക്ഷേ ഈ ഭാവനയിൽ പറയുന്നത് ശിഷ്യന്മാരൊക്കെ കൂടെ ആ കഴുതയെ അടിച്ചു വിട്ടു. കഴുതയല്ലേ, അത് അതിൻ്റെ വീട്ടിൽ പൊക്കോളൂ എന്നറിയാം, അല്ലാതെ അതിനെയും കൊണ്ട് ആരും പുറകെ പോകണ്ട. കഴുതയെ അങ്ങ് ഒഴിവാക്കി വിട്ടു. കഴുത തിരിച്ചു പോകുമ്പോൾ കഴുത ഒത്തിരി സ്വപ്നങ്ങളെല്ലാം കണ്ടുകൊണ്ടും സ്വയം ചിരിച്ചുകൊണ്ട്, കഴുത ചിരിക്കുമോ എന്നൊന്നും നിങ്ങൾ എന്നോട് ചോദിക്കരുത്, ഭാവനയാണേ. അപ്പോൾ കഴുത സ്വയം ചിരിച്ചുകൊണ്ടും ഒക്കെ പോവുക. ഞാനത്ര ചെറിയ വെറും കഴുതയൊന്നുമല്ല, ഞാനൊരു വലിയ കഴുതയാണ് എന്നൊക്കെ ചിന്തിച്ചിങ്ങനെ പോകുമ്പോൾ ഒരു സ്ത്രീയെ അവളുടെ വീട്ടിൽ ഭർത്താവ് ജോലി കഴിഞ്ഞ് വന്ന് അദ്ദേഹത്തിൻ്റെ വസ്ത്രമെല്ലാം കഴുകി ഉണക്കാൻ വേണ്ടി വഴിയിൽ കൊണ്ടുവന്ന് വിരിക്കുന്നു. വഴിയിൽ കൊണ്ടുവന്ന് വിരിച്ചപ്പോൾ കഴുത വിചാരിച്ചു, ഇതെന്നാ വസ്ത്രം, ഇതൊക്കെയാണോ വസ്ത്രം, ഇതിനേക്കാൾ വലിയ രാജകീയ വസ്ത്രത്തിലാണ് ഞാൻ അങ്ങോട്ട് കയറി നടന്നത് എന്ന് വിചാരിച്ച് ഇതിൻ്റെ അകത്തുനിന്ന് സാധാരണ കഴുതയുടെ സ്വഭാവത്തിന് ഒഴിഞ്ഞു പോകുന്ന കഴുത എന്ത് ചെയ്തു? ഈ സ്ത്രീ അലക്കി വിരിച്ചിരുന്ന വസ്ത്രത്തെ കയറി ചവിട്ടി. ഉടനെ തന്നെ ആ സ്ത്രീ എന്ത് ചെയ്തു? പോ കഴുതേ എന്ന് പറഞ്ഞ് ഒരു വടിയെടുത്ത് അതിൻ്റെ പുറത്തടിച്ചു. അന്നേരമാണ് കഴുതയ്ക്ക് ബോധമുണ്ടായത്. ഈ വസ്ത്രങ്ങളൊക്കെ നേരത്തെ വിരിച്ചത് എനിക്ക് വേണ്ടിയായിരുന്നില്ല, എൻ്റെ പുറത്തൊരാൾ കയറിയിരുന്നു, എൻ്റെ പുറത്ത് കയറിയിരുന്ന ആളിനുള്ള അംഗീകാരമായിരുന്നു ഇത്. അവൻ എൻ്റെ പുറത്തു നിന്നിറങ്ങിയപ്പോൾ ഞാൻ പിന്നെയും പഴയ കഴുത തന്നെയായി മാറി എന്ന് കഴുത തിരിച്ചറിഞ്ഞു എന്ന് പറഞ്ഞ് ആ ഭാവന അവസാനിക്കുക. പ്രിയപ്പെട്ടവർ, നമ്മളും ഈ കാര്യത്തെക്കുറിച്ച് വളരെ ബോധ്യമുണ്ടായിരിക്കണം. ഈ ആദരവൊക്കെ നമുക്കുള്ള ആദരവല്ല, മറിച്ച് വെറും കഴുതയായ നമ്മുടെ മുകളിൽ ഒരാൾ കയറിയിട്ടുണ്ട്. ആ ആളിനുള്ള ആരാധനയും സ്വീകരണവുമാണ്. പത്രോസിനത് വളരെ വ്യക്തതയുണ്ടായിരുന്നു. അതുകൊണ്ട് പത്രോസ് പെട്ടെന്ന് പറഞ്ഞു, എന്നെ ആരാധിക്കരുത്, ഞാനൊരു മനുഷ്യനാണ് എന്ന് പറഞ്ഞു. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 8-9 വാക്യത്തിൽ യോഹന്നാനെ ഈ വെളിപ്പാടിൻ്റെ ഈ കാര്യങ്ങളെല്ലാം കാണിച്ച ഒരു ദൂതൻ്റെ മുമ്പാകെ അവൻ വീണ് നമസ്കരിച്ചു. 8-ാമത്തെ വാക്യത്തിൻ്റെ അവസാനം വീണ് വർഷിപ്പ് ചെയ്തു. അപ്പോൾ 9-ാമത്തെ വാക്യം 22-9. 22-9 എന്ത് പറയുന്നു? അവിടെ ദൂതനുടനെ, ഇത് ഒരു ദൂതനാണെന്ന് ഓർക്കണം. മറ്റേത് പത്രോസ് ഒരു മനുഷ്യനാണ്, ഇതൊരു ദൂതനാണ്. സ്വർഗവുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ളവൻ, മനുഷ്യനെ പോലെ ഒരു പാപത്തിൽ വീഴാത്തവൻ, പാപവുമായിട്ട് ബന്ധമില്ലാതെ ഒരു റോബോട്ട് പോലെ അങ്ങനെയാണല്ലോ പാപം ചെയ്യാൻ അങ്ങനെയുള്ള ഒരു നിലയിലാക്കിയിരിക്കുന്ന ഒരു ആത്മീയ ജീവിയാണല്ലോ ദൂതൻ. അങ്ങനെയുള്ള ഒരു ദൂതനാണ് ഇതെന്ന് ഓർക്കണം. ആ ദൂതൻ പോലും എന്താ പറയുന്നത്? എന്നാൽ അവൻ എന്നോട്, അരുത്, ഞാൻ നിൻ്റെയും നിൻ്റെ സഹോദരന്മാരായ പ്രവാചകന്മാരുടെയും ഈ പുസ്തകത്തിലെ വചനം പ്രമാണിക്കുന്നവരുടെയും സഹഭൃത്യനത്രേ എന്ന് പറഞ്ഞിട്ട് ഉടനെ അതിനോട് ചേർത്ത് പറയുന്നു, ദൈവത്തെ നമസ്കരിക്കുക എന്ന് പറയുന്നു. അപ്പോൾ ദൈവത്തെയാണ് നമസ്കരിക്കേണ്ടതെന്നുള്ളത് എല്ലാവർക്കും പ്രസ്പഷ്ടമായിരുന്നു. പത്രോസിനറിയാമായിരുന്നു, ദൂതനറിയാമായിരുന്നു. അപ്പോൾ പിന്നെ യേശുവിനെ അറിയാതിരിക്കാൻ ഒക്കെയില്ലല്ലോ. യേശുവിനെ അറിയാമായിരുന്നു. അറിഞ്ഞിട്ടും അവിടുന്ന് ആരാധന സ്വീകരിച്ചു എന്നുള്ളത് കാണിക്കുന്നത് യേശു ഈ ഭൂമിയിലായിരുന്നപ്പോഴും അവിടുന്ന് പൂർണ്ണ ദൈവമായിരുന്നു എന്നുള്ളതിനെയാണ് അത് കാണിക്കുന്നത്. അതുപോലെ തന്നെ യേശു പൂർണ്ണ ദൈവമായിരുന്നു എന്നുള്ളതിന് രണ്ടാമത് വളരെ പ്രസ്പഷ്ടമായ മറ്റൊരു തെളിവായിട്ട് നമുക്ക് പറയാവുന്നത് ആളുകളുടെ പാപം മോചിച്ചു എന്നുള്ളതാണ്. ആളുകളുടെ പാപം, നിൻ്റെ പാപം മോചിച്ച് തന്നിരിക്കുന്നു. നമ്മളൊരു ഭാഗം കാണുന്നുണ്ടല്ലോ, കർത്താവ് പറഞ്ഞു നിൻ്റെ പാപം മോചിച്ച് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട് നിന്ന ആളുകളുടെ, പ്രത്യേകിച്ച് ദൈവവചനത്തെക്കുറിച്ച് വളരെ വിവരമുള്ള പരീശന്മാരും അങ്ങനെയുള്ള ആളുകളുടെയും ഒക്കെ ചിന്തകൾ എന്തായിരുന്നു? അവർ
പെട്ടെന്ന് ചിന്തിക്കുന്നത്, അയ്യോ ഇത് ദൈവദൂഷണമല്ലേ, ദൈവത്തിന് മാത്രമല്ലേ ഒരാളുടെ പാപം മോചിക്കാനൊക്കെ ഉള്ളൂ. മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 5 മുതലുള്ള വാക്യം നോക്കുക. യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട്, അതായത് പക്ഷവാതക്കാരനെ 4 ആൾ ചുമന്നുകൊണ്ട് വന്ന് യേശുവിൻ്റെ മുമ്പാകെ വെച്ച ആ രംഗമാണ്, കഫർന്നഹൂമിലെ ആ വീട്ടിൽ വെച്ച് നടക്കുന്ന രംഗമാണ്. അവിടെ വെച്ച് അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ യേശു അവനെ സൗഖ്യമാക്കുന്നതിന് മുമ്പ്, പക്ഷവാതക്കാരനെ സൗഖ്യമാക്കുന്നതിന് മുൻപ് തന്നെ ആദ്യം എന്ത് പറഞ്ഞു? മകനെ ഉടനെ എന്ത് പറ്റി? 6-ാമത്തെ വാക്യം. കണ്ടോ? അപ്പോൾ അവിടെ ഈ ശാസ്ത്രിമാർ പറഞ്ഞത് എന്താ? പാപങ്ങൾ മോചിക്കാം, ആർക്കേ മോചിക്കാനൊക്കെ ഉള്ളൂ, പക്ഷേ ദൈവത്തിന് മാത്രമേ മോചിക്കാനൊക്കെ ഉള്ളൂ. ഇവിടെ ഇതാ ഒരു തച്ചൻ കയറി നിന്ന് ഇതിൻ്റെ പാപം മോചിച്ച് തന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് ദൈവദൂഷണമല്ലേ? ശാസ്ത്രിമാർ ഹൃദയത്തിൽ ചിന്തിച്ചതേ ഉള്ളൂ, പക്ഷേ അത് കർത്താവ് അറിഞ്ഞ് ഉടനെ തന്നെ അതിന് നമുക്കറിയാം, അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമുക്കറിയാം. ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. മറ്റുള്ളവരുടെ പാപം ക്ഷമിച്ചു. യേശു ഉടനെ അല്ല, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ഞാൻ പാപം ക്ഷമിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ദൈവ വഴിയിലോട്ട് പോകുന്ന ഒരാൾക്ക് പാപം ക്ഷമിക്കാനായിട്ട് കഴിയുമല്ലോ എന്നുള്ളതിനോട് ബന്ധപ്പെടുത്തി അതിൻ്റെ ഭാഗമെന്നുള്ള നിലയിൽ ഞാനൊരു കാര്യം ഇങ്ങനെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ എന്നൊക്കെ പറയും. ഇന്ന് ഞാനിത് പറയുമ്പോൾ ഞാനൊരു തമാശ പറഞ്ഞു എന്നല്ല കരുതണ്ട. നമ്മുടെ എപ്പിസ്കോപ്പൽ സഭകളിൽ പലയിടത്തും കാണുന്നത് എന്താ? അവിടെ ഒരാൾ വന്ന് അയാളുടെ പാപങ്ങൾ ഒരു മനുഷ്യനോട് ഏറ്റു പറഞ്ഞു കഴിയുമ്പോൾ എന്താ പറയുന്നത്? ഒടുവിൽ അവനെ പറഞ്ഞയക്കുമ്പം ആ പാപത്തിനൊക്കെ മോചനം കിട്ടി എന്നുള്ള അഷ്വറൻസ് ഒരു കുപ്പായമിട്ട ഒരു പുരോഹിതൻ നൽകിക്കൊണ്ട് പറഞ്ഞയക്കുമ്പം അത് ദൈവദൂഷണമല്ലേ? ദൈവത്തിന് മാത്രം ചെയ്യാൻ ഒക്കുന്നത്. അപ്പോൾ അത് നമ്മൾ അദ്ദേഹത്തോട് ചോദിച്ചാൽ അദ്ദേഹം ഉടനെ തടി തപ്പി ഇങ്ങനെ പറയും, അത് ഞാൻ ദൈവം തന്ന അധികാരത്തിൻ്റെ ഭാഗമായിട്ട് എന്നൊക്കെ പറയും. പക്ഷേ കർത്താവ് ഇവിടെ ഒരിക്കലും അങ്ങനെ ഒരു എക്സ്ക്യൂസ് പറയുന്നില്ല. കർത്താവ് ആ കാര്യം അവിടെ എന്ന് തന്നെയല്ല, അതിൻ്റെ താഴെ എന്താ പറയുന്നത്? അവർ ഉള്ളത്തിൽ ചിന്തിക്കുന്നത് ഗ്രഹിച്ചിട്ട് നിങ്ങൾ ഹൃദയത്തിൽ എങ്ങനെയാ എന്ന് പറഞ്ഞിട്ട് കർത്താവ് ആ കാര്യം തന്നെ അഡ്രസ്സ് ചെയ്തിട്ട് അതിൻ്റെ 10-ാമത്തെ വാക്യം 2:10 പക്ഷപാതക്കാരനെ സൗഖ്യമാക്കാനുള്ള കാരണം അവിടെ വളരെ വ്യക്തതയോടെ പറയുന്നുണ്ട്. എന്തിനു വേണ്ടിയാ? ഇവിടെ ഒരു പ്രശ്നമുണ്ടായി. ഇവൻ എങ്ങനെയാ പാപം മോചിക്കാൻ ഒക്കുന്നത്? അപ്പോൾ മനുഷ്യപുത്രൻ എന്ന് പറയുമ്പോൾ യേശു മനുഷ്യപുത്രൻ എന്ന് പറഞ്ഞ ഓരോ രംഗത്തിലും ദാനിയേലിൻ്റെ പ്രവചനം 7-ാം അധ്യായത്തിൽ നിന്നുള്ള ആ പശ്ചാത്തലത്തിൽ താൻ ദൈവമാണ്, ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നവനാണ് എന്നുള്ള ഒരു സ്ഥാനമാണ് താൻ തന്നെ സ്വയം കൽപ്പിച്ചിരുന്നത് എന്നെല്ലാം നമ്മൾ നേരത്തെ ഒരു സെഷനിൽ പറഞ്ഞു. അപ്പോൾ അവിടെ അതേ വാക്ക് തന്നെ എടുത്തുകൊണ്ട് മനുഷ്യപുത്രന് അതിന് അധികാരമുണ്ട്, ദൈവത്തിന് അതിന് അധികാരമുണ്ട്. മനുഷ്യപുത്രൻ എന്ന് പറയുമ്പോൾ താൻ എന്താ പറയുന്നതെന്ന് തനിക്ക് വ്യക്തതയുണ്ടായിരുന്നു. ദൈവത്തിന് അതിന് അധികാരമുണ്ട് എന്ന ആളുകൾ അറിയാൻ വേണ്ടി താൻ എന്തു പറഞ്ഞു? അവനെ സൗഖ്യമാക്കി എന്നാണ് ആ 10-ാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തതയോടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അപ്പോൾ യേശു താൻ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് താൻ അറിഞ്ഞിരുന്നു. 2 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, യേശു ആരാധന സ്വീകരിച്ചു, മറ്റുള്ളവരുടെ പാപം ക്ഷമിച്ചു. ഈ 2 കാര്യങ്ങൾ കാണിക്കുന്നത് യേശു ഭൂമിയിലായിരുന്നപ്പോഴും അവിടുന്ന് പൂർണ്ണ ദൈവമായിരുന്നു എന്നാണ് കാണിക്കുന്നത്. എന്നാൽ പൂർണ്ണ ദൈവമായിരുന്നെങ്കിലും അവിടുന്ന് ഒരു ചെറിയ കാര്യം തൻ്റെ ജീവിതത്തിൽ ഒരു കാര്യം വളരെ വ്യക്തതയോടെ നമ്മൾ മനസ്സിലാക്കിയാലേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയുള്ളൂ. ദൈവത്വത്തിൻ്റെ അവകാശം അവിടുന്ന് എന്ത് ചെയ്തു? ഉരിഞ്ഞു വെച്ചപ്പോൾ നമ്മൾ പലപ്പോഴും ആലോചിക്കുന്നത്, ദൈവമാണെങ്കിൽ തനിക്ക് വിശക്കാൻ പാടില്ല, ദാഹിക്കാൻ പാടില്ല, ക്ഷീണം ഉണ്ടാകാൻ പാടില്ല, ഉറക്കം ഉണ്ടാകാൻ പാടില്ല, പരിമിതികൾ ഉണ്ടാകാൻ പാടില്ല എന്നിങ്ങനെയുള്ള ശാരീരികമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട പരിമിതികൾ താൻ എടുത്തു, അതിലുള്ള ദൈവത്വം താൻ ഉരിഞ്ഞു വെച്ചു എന്ന് മാത്രമാണ് പലരും കരുതുന്നത്. എന്നാൽ നമ്മൾ നേരത്തെ ചിന്തിച്ചതുപോലെ യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യത്തിൽ ദൈവത്തിന് എന്ത് ചെയ്യാൻ കഴിയില്ല, ദൈവത്തെ പരീക്ഷിക്കാൻ കഴിയുകയില്ല. അത് ദൈവത്വത്തിൻ്റെ ഒരു അവകാശമാണ്. മനുഷ്യരെയൊക്കെ പരീക്ഷിക്കാം, ദൈവത്തെ എന്ത് ചെയ്യാൻ ഒക്കുകയില്ല, ദൈവത്തെ ദോഷങ്ങളാൽ പരീക്ഷിക്കാൻ കഴിയുകയില്ല. അത് ദൈവത്വത്തിൻ്റെ ഒരു
അവകാശമാണ്. ആ അവകാശവും യേശു ഉരിഞ്ഞു വെച്ചു എന്നുള്ള കാര്യം ഇന്നത്തെ സുവിശേഷവിഹിത സഭകളിൽ പലരുടെയും കണ്ണിന് മറവായിട്ടാണ് ഇരിക്കുന്നത്. ആ ഒരു കാര്യം പറയുമ്പോഴാണ് ആളുകൾ പെട്ടെന്ന് അയ്യോ ഇത് ദൈവദൂഷണം പറഞ്ഞു യേശുവിനെക്കുറിച്ച് പറയുന്ന പോലെ. നോക്കുക, യേശുവിനെ പിൻഗമിക്കാനാണ് നമ്മൾ തയ്യാറാകുന്നതെങ്കിൽ യേശു കേട്ടതൊക്കെ നമ്മളും കേൾക്കേണ്ടി വരും. യേശു എന്താ കേട്ടത്? ഇവൻ ദൈവദൂഷണം പറയുന്നു എന്ന് പറഞ്ഞാൽ, ഇവൻ നമ്മുടെ ഇന്നത്തെ ഒരു രീതിയിൽ പറഞ്ഞാൽ ഇവൻ ദുരുപദേശം പറയുന്നു എന്നുള്ള നിലയിലാണ് യേശു ആക്ഷേപിക്കപ്പെട്ടത്. ഇന്ന് യേശുവിൻ്റെ കാൽച്ചുവടുകളെ നമ്മൾ യഥാർത്ഥത്തിൽ പിന്തുടർന്നാൽ, നമ്മളും അങ്ങനെ ആക്ഷേപിക്കപ്പെട്ടാൽ അത് നമ്മളൊരു ബഹുമതിയായിട്ടല്ലേ എടുക്കേണ്ടതല്ലാതെ അതിൻ്റെ മുമ്പിൽ ദുഃഖിച്ചു പോകേണ്ട കാര്യമില്ല. ഒറ്റപ്പെടുത്തപ്പെട്ടാൽ അതിൽ വിഷമിക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ ഒരു അവകാശം പറയുക, ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത പറയുക. ദൈവത്തെ എന്ത് ചെയ്യാൻ ഒക്കുകയില്ല, ദോഷങ്ങളാൽ പരീക്ഷിക്കാൻ കഴിയില്ല. എന്നാൽ മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം, മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 11 വരെയുള്ള വചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ യേശുവിനെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്തു? പിശാച്, പരീക്ഷകൻ അടുത്ത് വന്നവനെ പരീക്ഷിച്ചു എന്ന് വളരെ വ്യക്തതയോടെ പറഞ്ഞിരിക്കുക. ഞാൻ വിചാരിച്ചു ഈ കാര്യങ്ങളൊക്കെ വ്യക്തതയോടെ പറഞ്ഞിട്ടും ആളുകൾക്ക് മനസ്സിലാകാത്തത് എന്താ? എനിക്ക് തോന്നുന്നു ഈ ട്രാൻസ്ലേഷനിലെ ഒരു പ്രത്യേകതയാണോ എന്ന് ഞാൻ ചിലപ്പോൾ ചിന്തിച്ചു. എന്നാൽ ഇംഗ്ലീഷ് അറിയാവുന്നവർക്കൊന്നും ഈ മലയാളികളുടെ അത്ര ഇതിൻ്റെ പേരിലൊരു കാര്യങ്ങൾ മനസ്സിലാകാഴി അവർക്ക് കാണുന്നില്ല. എനിക്ക് തോന്നുന്നു ഈ പരീക്ഷിച്ചു എന്ന് പറയുന്നതിന് പകരം ടെംപ്റ്റഡ്, പ്രലോഭിപ്പിക്കപ്പെട്ടു എന്ന വാക്ക് ഉപയോഗിച്ചിരുന്നെങ്കിൽ ആളുകൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലായേനേ. നിർഭാഗ്യവശാൽ നമ്മുടെ മലയാളം ട്രാൻസ്ലേഷനിൽ പരീക്ഷിച്ചു, പരീക്ഷ എന്ന് പറയുമ്പോൾ അതിനൊരു ജനറലൈസ്ഡ് ആയിട്ടുള്ള ഒരു മീനിങ് ആണല്ലോ ഉള്ളത്. അതേസമയം പ്രലോഭിപ്പിക്കപ്പെട്ടു, ടെംപ്റ്റഡ് എന്ന് പറയുമ്പോൾ, പ്രലോഭിപ്പിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു മീനിങ് കിട്ടിയേനേമായിരുന്നു. ഏതായാലും നമുക്ക് മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 11 വരെയുള്ള വചനങ്ങളിൽ വളരെ വിശദമായിട്ട് യേശു പരീക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. യേശു ദൈവമാണ് എന്ന് പറയുന്ന ആളുകൾ തന്നെ ദൈവമാണെങ്കിൽ പരീക്ഷിക്കപ്പെടാൻ ഒക്കുകയില്ലല്ലോ എന്ന യാക്കോബ് 1:14 അറിയാവുന്ന ആളുകൾ തന്നെ യേശു പരീക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പം യേശു പരീക്ഷിക്കപ്പെടാതിരിക്കാനുള്ള തൻ്റെ അവകാശം കൂടെ ഉരിഞ്ഞു വെച്ചു എന്നുള്ള നേരെ ആ ഇക്വേഷനിലേക്ക് വരാത്തതെന്താ എനിക്ക് മനസ്സിലാവുന്നില്ല. എന്ന് തന്നെ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ, ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിലും ഇതേ യേശുവിന് നേരിട്ട പരീക്ഷകളെല്ലാം പറഞ്ഞിട്ട് 4:13 അവന് തൽക്കാലം എല്ലാ പരീക്ഷകളും തൽക്കാലത്തേക്ക് അവസാനിപ്പിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ രേഖപ്പെടുത്തിയ പരീക്ഷകൾ മാത്രമല്ല, 4:13 വാക്യത്തിൽ നോക്കുക. അങ്ങനെ പിശാച് സകല പരീക്ഷയും തികച്ച ശേഷം കുറേ കാലത്തേക്ക് അവനെ വിട്ടുമാറി. നമ്മൾ ഈ വചനങ്ങളൊക്കെ കൊച്ചു കൊച്ചു വാക്കുകളെ ഒന്നും നമ്മൾ വിസ്മരിക്കരുത്. ടുക്കിറ്റാസ് ഗ്രാൻഡഡ് ആയിട്ട് എടുത്ത് പലരും ബൈബിൾ വായിക്കുന്നത് നമ്മളെന്താ, ഈ രാത്രിയിൽ ഉറക്കം വരുമ്പോൾ അപ്പം പറയും, എടാ ഒരു ഭാഗം എടുത്ത് വായിരെന്ന് പറയും. ഉടനെ അവൻ മണ്ണെണ്ണകളൊക്കെ കത്തിച്ച് പകുതി ഉറക്കം തൂങ്ങി, പകുതി വായിച്ചു, പകുതി വിഴുങ്ങി. അങ്ങനെയൊക്കെ വായിച്ച ഒരു ശീലം നമുക്കൊക്കെ ഉള്ളത് കൊണ്ട് നമ്മളെന്താ ചെയ്യുന്നത്? വാക്യങ്ങളെ അങ്ങ് വളരെ വേഗത്തിൽ അങ്ങ് സ്കിപ്പ് ചെയ്ത് പോവുക. ഇവിടെ കണ്ടോ, കുറേ കാലത്തേക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? കുറച്ചു കാലം കഴിഞ്ഞപ്പം പിന്നെയും വന്ന് പരീക്ഷിച്ചു എന്നാ. അങ്ങനെ പരീക്ഷിച്ചു ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ലല്ലോ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് നോർമലി കിട്ടുന്ന ഒരു ഇൻഫറൻസ് എന്താ? ഈ ബൈബിളിൽ സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഈ പരീക്ഷകൾ, വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള ഈ പരീക്ഷകൾ മാത്രമല്ല, രേഖപ്പെടുത്താത്ത പരീക്ഷകളും പിശാച് നടത്തിക്കൊണ്ടേയിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം. അത് കുറേ കാലത്തേക്ക് വിട്ടുമാറി എന്ന് പറയുമ്പം അത് ഭാവി കാലത്ത് കുറച്ച് കഴിഞ്ഞപ്പം വന്നു എന്ന് മാത്രമല്ല, അത് ഭൂതകാലത്തിലും അങ്ങനെ തന്നെ ചെയ്ത് കാണുമല്ലോ. പിശാചല്ലേ. അവൻ കർത്താവായ യേശുക്രിസ്തു കന്യാജനനത്തിൽ നസ്രത്തിൽ പ്രവാചകന്മാരുടെ ഒക്കെയും പ്രവചന നിവർത്തി പോലെ കന്യക ഗർഭിണിയായൊരു മകനെ പ്രസവിക്കും. യെശയ്യാവിൻ്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള പ്രവചനമാണ്. അപ്പോൾ പിശാച് തിരുവെഴുത്തുകളൊക്കെ കൃത്യമായിട്ട് അറിയാവുന്നവനാണ്. പിശാച് അങ്ങനെയാണല്ലോ നമ്മൾ അറിയുന്നത്. അവൻ ഈ കാര്യങ്ങളെല്ലാം അറിയാം. അപ്പം
യെശയ്യാവ് ആ പ്രവചനം നടത്തിയപ്പോൾ, അല്ലെങ്കിൽ പഴയ നിയമഭക്തന്മാർ വരാൻ പോകുന്ന ഒരു മശിഹായെക്കുറിച്ച് പ്രവചിച്ചപ്പോൾ തന്നെ ഈ പിശാച് കാത്തിരിക്കുക. എവിടെ തുടങ്ങിയതാണ് ഇവൻ്റെ ഈ കാത്തിരിപ്പ്? ഏദൻ തോട്ടത്തിൽ തുടങ്ങിയതാണ്. ഏദൻ തോട്ടത്തിൽ ദൈവം വന്നിട്ട് പറഞ്ഞു, എന്ത് പറഞ്ഞു? സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും എന്ന് പറഞ്ഞപ്പോഴാണ് അവൻ്റെ മനസ്സിൽ ഒരു ഇടുത്തി പോലെ, അയ്യോ കളിച്ച് അവസാനം ഇങ്ങനെയായി പോയല്ലോ എന്നുള്ള ബോധ്യം വന്നു. പിശാച് അയ്യോ എന്ന് പറഞ്ഞതൊക്കെ എവിടെ ബ്രദറെ എന്നൊന്ന് ദയവ് ചെയ്ത് ചോദിക്കല്ലേ. അപ്പോൾ അവന് അങ്ങനെ വന്നതുകൊണ്ടാണ് എന്ത് പറ്റി? അപ്പം മുതൽ അവൻ നോക്കുക, ഈ സ്ത്രീയുടെ സന്തതി ആരാ? അപ്പോഴാണ് സ്ത്രീ പ്രസവിച്ച് ഒരു മകനെ പ്രസവിച്ചു. അവൻ്റെ പേരെന്താ? കയീൻ. അപ്പോൾ ഉടനെ പിശാചിന് സംശയം, ഇനി ഇവനോ മറ്റോ ആണോ എൻ്റെ തല തകർക്കാൻ വരുന്നത്? സ്ത്രീയുടെ സന്തതിയിൽ നിന്നാണല്ലോ ദൈവം പറഞ്ഞത്, ഏദൻ തോട്ടത്തിൽ ഇവൻ കേട്ടതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവനെ എന്ത് ചെയ്യണം? എൻ്റെ തല തകർക്കാനൊക്കാതെ വണ്ണം ഇവനെ പാപത്തിൽ വീഴിക്കണം. കേട്ടോ, പിശാചിന് കാര്യങ്ങൾ അറിയാം. ഈ പിശാചിൻ്റെ തല തകർക്കണമെന്നുണ്ടെങ്കിൽ ആ വരുന്ന സ്ത്രീയുടെ സന്തതിക്ക് ചില പ്രത്യേകതകൾ ഉണ്ടാകണം. ഒന്നെന്താ? ഒന്നെന്ന് പറയുന്നത് അവൻ ഈ മനുഷ്യകുലത്തിൽ വരണം. സ്ത്രീയുടെ സന്തതി എന്നാണല്ലോ വാക്ക്, സ്ത്രീയുടെ സന്തതി. നമുക്കത് സമയമില്ലെങ്കിലും വന്നപ്പെട്ടതുകൊണ്ട് അതങ്ങ് വിശദീകരിച്ചങ്ങ് പോകാം. സ്ത്രീയുടെ സന്തതി എന്നാണ് പറയുന്നത്. അപ്പോൾ മനുഷ്യകുലത്തിൽ തന്നെ വരണം. ഓക്കെ, മനുഷ്യകുലത്തിൽ തന്നെ വരണം സ്ത്രീയുടെ സന്തതി. പക്ഷേ അപ്പോൾ പിശാച് വിചാരിച്ചു മനുഷ്യകുലത്തിൽ വന്നാൽ രക്ഷപ്പെട്ടു. കാര്യം എന്താ? മനുഷ്യകുലത്തിലാണെങ്കിൽ ആദാം പാപം ചെയ്തപ്പോൾ ആദാമിലൂടെ മനുഷ്യകുലം മുഴുവൻ പാപം പരന്നു. റോമർക്കെഴുതിയ ലേഖനത്തിൽ നമ്മൾ പറയുന്നു, ആദാം മുതൽ സകല മനുഷ്യരിലേക്കും പാപം അവിടെ മുതലാണ് പരന്നത്. അപ്പോൾ അങ്ങനെയുണ്ട്. അങ്ങനെയുള്ളപ്പം മനുഷ്യകുലത്തിൽ ഒരുവൻ ജനിച്ചാൽ തീർച്ചയായിട്ടും എന്താ? അവന് ജന്മപാപം, ഇൻഹെറിറ്റഡ് സിൻ അവനിലുണ്ടാകും. അങ്ങനെ ഇൻഹെറിറ്റഡ് സിൻ ഉള്ള ഒരുവന് എന്ത് ചെയ്യാനൊക്കത്തില്ല? പാപത്തിൻ്റെ ആൾരൂപമായ പിശാചിൻ്റെ തല തകർക്കാൻ ധാർമ്മികമായിട്ട് അവകാശമില്ല. കാരണം പാപത്തിൽ പിറന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? പാപത്തിൻ്റെ കസ്റ്റോഡിയൻ ആരാ? സാത്താന്. അപ്പോൾ സാത്താനാണ് പാപത്തിൽ പിറക്കുന്ന ഒരുത്തൻ്റെ മുതലാളി എന്ന് നമുക്ക് പറയാം, അവൻ്റെ ഉടമയെന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഒരു അടിമയ്ക്ക് എന്ത് ചെയ്യാൻ ഒക്കുകയില്ല? ഉടമയുടെ തലയിൽ ചവിട്ടാനായിട്ട് ഒക്കുകയില്ല. അപ്പോൾ അതൊരു പസിലാണ്, ഒരു പ്രശ്നമാണ്. ഇത് കണ്ടോ, നമ്മളിത് ഇപ്പോൾ ഈ കാര്യത്തിൻ്റെ ഇങ്ങേക്കരയിൽ നിന്ന് ഈ കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ടാണ് നമുക്കിത് വളരെ ലളിതമായിട്ട് തോന്നുന്നത്. എന്നാൽ അങ്ങേക്കരയിൽ നിന്ന് പിശാച് ഇത് നോക്കിയപ്പോൾ അവനൊന്നും മനസ്സിലാകുന്നില്ല. എന്താ? സ്ത്രീയുടെ സന്തതി വരും. സ്ത്രീയുടെ സന്തതി വരും. ഓക്കെ, സ്ത്രീയുടെ സന്തതി വരും. പക്ഷേ സ്ത്രീയുടെ സന്തതി വന്നാൽ എങ്ങനെ? അവൻ പാപിയാണല്ലോ, ആദാമിലുള്ള പാപം അവനിലുണ്ടല്ലോ. അങ്ങനെയുള്ളപ്പം അവൻ എൻ്റെ അടിമയാണല്ലോ. അങ്ങനെയുള്ളപ്പോൾ അവൻ എങ്ങനെയാണ് എൻ്റെ തല തകർക്കാൻ ഒക്കുന്നത്? ഒന്നും മനസ്സിലാകുന്നില്ല, പിശാചിനൊന്നും മനസ്സിലാകുന്നില്ല. എന്നാലും അവൻ വിട്ടില്ല. എന്താ? ഓരോ സ്ത്രീയുടെ സന്തതി വരുമ്പോഴും എന്തെങ്കിലും ദൈവം ഇതിൻ്റെ അകത്ത് ഒരു അപകടം ഒളിച്ചു വെച്ചിട്ടുണ്ടാവും എന്ന് വിചാരിച്ച് അതിനെ വളരെ കൂലങ്കഷമായിട്ട് ശ്രദ്ധിക്കുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാകുന്നത്. അപ്പോൾ കയീൻ ജനിച്ചപ്പോൾ ഒന്ന് സ്ത്രീയുടെ സന്തതിയാണ്. ഞാൻ പറഞ്ഞു വന്നത്, പിശാചിൻ്റെ തല തകർക്കണമെന്നുണ്ടെങ്കിൽ, സർപ്പത്തിൻ്റെ തല തകർക്കണമെന്നുണ്ടെങ്കിൽ, പാമ്പിൻ്റെ തല തകർക്കണമെന്നുണ്ടെങ്കിൽ വരാൻ പോകുന്ന ആ വാഗ്ദത്ത സന്തതിക്ക് 1-2 പ്രത്യേകതകൾ ഉണ്ടാവണം. ഒന്നെന്ന് പറയുന്നത് മനുഷ്യകുലത്തിലായിരിക്കണം അവൻ്റെ ജനനം. മനുഷ്യകുലത്തിലാണ് ജനനമെങ്കിലും ആദാമ്യ പാപത്തിൻ്റെ ആ ലൈൻ അവന് ഉണ്ടാകാൻ പാടില്ല. ഉണ്ടായാൽ അവൻ എന്ത് പറ്റില്ല? ഈ സർപ്പത്തിൻ്റെ തല തകർക്കാൻ ഒക്കുകയില്ല. അത് എങ്ങനെയാണ്? അതൊരു പ്രശ്നമാണ്. ഈ പ്രശ്നം ദൈവം എങ്ങനെ സമർത്ഥമായിട്ട് പരിഹരിച്ചു എന്ന് നോക്കുക. എങ്ങനെ അത് പരിഹരിച്ചത്? കന്യാജനനത്തിലൂടെ. നമ്മൾ ഇന്നലെ ആ കാര്യം കണ്ടു. കന്യാജനനം അല്ലാതെ ഒരു ചുമ്മാതെ യാദൃച്ഛിക സംഭവിച്ചതല്ല. വേറൊരു സാധ്യത ഉണ്ടായിരുന്നില്ല. ഈ റിക്വയർമെൻറ്റ്സ് എല്ലാം നിറവേറ്റിക്കൊണ്ട് തന്നെ വേണം ഈ വാഗ്ദത്ത സന്തതിയെ വിടാൻ. കാരണം അവൻ പിശാചിൻ്റെ തല തകർക്കേണ്ടവനാണ്. പിശാചിൻ്റെ തല തകർക്കണമെങ്കിൽ അവൻ്റെ ഈ മനുഷ്യനെ പാപത്തിൽ വീഴ്ചതാണ് പിശാച്. അതുകൊണ്ട് അതിന് പകരം ചോദിക്കാൻ മനുഷ്യകുലത്തിൽ നിന്ന് തന്നെ ഒരാൾ വന്നാലേ പറ്റുള്ളൂ. അല്ലാതെ ദൈവത്തിന് വന്നിട്ട് ഇതിന് കണക്ക് തീർക്കുക എന്ന് പറയുമ്പം ആ ധാർമ്മികത, ദൈവീകമായ കോടതിയുടെ മുമ്പാകെ ആ ധാർമ്മികത നിറവേറുന്നില്ല. ഞാൻ പറയുന്നത് പ്രിയപ്പെട്ടവർ മനസ്സിലാകുന്നുണ്ടല്ലോ.
മനുഷ്യകുലത്തിൽ നിന്ന് തന്നെ ഇതിന് പ്രതികാരം ചോദിക്കാൻ ഒരാൾ വരണം. പ്രതികാരം എന്നൊക്കെ ഉള്ളത് സിംഗിൾ ഇൻവെർട്ടഡ് കോമയിലാണ്. പ്രതികാരം ചോദിക്കാൻ ഒരാൾ വരണം, ഒന്ന്. രണ്ട്, പക്ഷെ മനുഷ്യകുലത്തിലായാൽ അവന് മാനുഷികമായ രീതിയിലുള്ള പാപത്തിൻ്റെ ലാഞ്ചന അവന് വന്നാൽ അങ്ങനെ ഒരുവന് ഈ കണക്ക് ചോദിക്കാനായിട്ട് ഒക്കുകയില്ല. ഇത് രണ്ടും കൂടെ വരുമ്പോൾ ഇത് കക്ഷത്തിലിരിക്കുന്ന പോകുകയും ഇത് ഉത്തരത്തിലിരിക്കുന്ന എടുക്കുകയും വേണമെന്ന് പറയുന്ന പോലെ ഒരു കാര്യമായിപ്പോയി, ഒരു പൂട്ടായിപ്പോയി ഇത്. പക്ഷേ ആ പൂട്ട് ദൈവത്തിന് അസാധ്യമായിട്ട് വല്ലതും ഉണ്ടോ? ദൈവം എത്ര സമർത്ഥമായിട്ട് അത് പരിഹരിച്ചു കന്യാജനനത്തിലൂടെ. അവിടെ വന്നപ്പോൾ സ്ത്രീയുടെ സന്തതിയാകുകയും ചെയ്തു. ആദാമ്യമായ ആ പാപത്തിൻ്റേതായ ആ ഒരു തുടർച്ച, ചങ്ങല പോലെ വരുന്ന ആ തുടർച്ച ഇല്ലാതാവുകയും ചെയ്തു. കന്യാജനനത്തെക്കുറിച്ച് വിശദമായിട്ട് നമ്മൾ ചിന്തിച്ചല്ലോ. അങ്ങനെയാണ് കർത്താവ് വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, കയീൻ വന്നപ്പോൾ തന്നെ എന്ത് സംഭവിച്ചു? പിശാച് വിചാരിച്ചു ഒരു പക്ഷേ ഇവനായിരിക്കും. ഉടനെ ഏതായാലും ഇവനെ ജന്മഭാവം കൊണ്ട് കർമ്മഭാവത്തിലൂടെ ഇവനെ വീഴ്ത്തി കളയാമെന്ന് വിചാരിച്ച് അങ്ങനെ അങ്ങ് തീർത്തും അങ്ങ് നഷ്ടപ്പെടുത്തിയാൽ ഒരിക്കലും ഇവനെൻ്റെ തല തകർക്കാൻ വരികയില്ലല്ലോ എന്ന് വെച്ച് അവന് അനിയനോട് ദേഷ്യമുണ്ടാക്കി അനിയനെ കൊല്ലുകയും ജ്യേഷ്ഠൻ ആ പാപത്തിൻ്റേതായ ദൈവത്തിൽ നിന്നുള്ള ശാപം ഏറ്റുവാങ്ങുകയും ചെയ്തപ്പോൾ പിശാച് ഒരു ദീർഘശ്വാസം വിട്ടു, ആഹാ രക്ഷപ്പെട്ടു. പിന്നെ അന്ന് മുതലുള്ള കാത്തിരിപ്പാണ്. എപ്പോഴാണ് ഇത് വരുന്നത്, എപ്പോഴാണ് വരുന്നത്, എങ്ങനെയാണ് വരുന്നത്? അന്നേരമാണ് കർത്താവായ യേശുക്രിസ്തു വരുന്നതിന് 700 കൊല്ലം മുമ്പ് ഇതാ യെശയ്യാവ് പ്രവചിക്കുന്നു, കന്യക ഗർഭിണിയായി. ഉടനെ അതിനെക്കുറിച്ചൊരു ക്ലൂ കിട്ടി. ഞാൻ എൻ്റെ ഭാവനയാണ്. പിശാച് അന്ന് മുതൽ കാത്തിരിക്കുക. അവസാനം നസ്രയത്തിൽ ഈ നിലയിൽ കന്യക ഗർഭിണിയായി ഇങ്ങനെ വന്നപ്പോൾ അവന് എന്ത് ചെയ്തു? അവൻ അന്ന് മുതൽ തന്നെ യേശുവിനെ, ഇവന് ജന്മപാപമില്ല, എന്നാൽ ഒരു കർമ്മപാപത്തിൽ ഒരു നോട്ടം കൊണ്ടാകട്ടെ, ഒരു ചിന്ത കൊണ്ടാകട്ടെ, ഒരു മനോഭാവം കൊണ്ടാകട്ടെ, ഒരു പ്രവൃത്തി കൊണ്ടാകട്ടെ, ഒരു പാപത്തിൽ വീഴ്ത്താൻ കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെട്ടു. പിശാച് അന്ന് മുതലപ്പോൾ വെറുതെ ഇരിക്കുമെന്ന് നമുക്ക് വിചാരിക്കാൻ പാടില്ല. നസ്രയത്തിൽ യേശു ജനിച്ചു വീണ് തിരിച്ചറിവായ ആ സമയം മുതൽ തന്നെ യേശുവിനെ പരീക്ഷിച്ചുകൊണ്ട് തന്നെ ഇരുന്നിട്ടുണ്ടാവും. അതുകൊണ്ടാണല്ലോ കുറേ കാലത്തേക്ക് അവനെ വിട്ടുമാറി എന്ന് പറയുമ്പോൾ, ഇത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം വീണ്ടും വന്നു എന്ന് പറയുമ്പോൾ അത് തന്നെ ഭൂതകാലത്തിലും പ്രസക്തമാണ് എന്ന് നമ്മൾ ചിന്തിച്ച് ഇതിനു മുമ്പും യേശുവിനെ പരീക്ഷിച്ചിട്ടുണ്ടാവും എന്ന് നമ്മൾ പറയുന്നത്. അങ്ങനെ പറയുന്നതിന് വേറെ ഏതെങ്കിലും ന്യായമുണ്ടോ? ഉണ്ട്, ഒരു ന്യായമുണ്ട്. ഇത് കർത്താവായ യേശു ക്രിസ്തു സ്നാനപ്പെട്ടതിന് ശേഷം താനും ഉപവാസത്തിനായിട്ട് 40 ദിവസം പോയി കഴിഞ്ഞ് ആ സമയത്താണല്ലോ ഈ പരീക്ഷകളൊക്കെ നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സ്നാനപ്പെടുന്ന രംഗത്ത് നമ്മൾ സ്വർഗം തുറന്ന് ഒരു കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ അറിയുന്നുണ്ട്. എന്താണത്? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഇതിനെയൊക്കെ ഇന്നത്തെ സുവിശേഷവിഹിത സഭകൾ എങ്ങനെയാണ് പറയുന്നത്? യേശു സ്നാനപ്പെട്ടതിന് കൊടുത്ത അംഗീകാരമാണ്. ഓക്കെ, സ്നാനപ്പെട്ടതിന് കൊടുത്ത അംഗീകാരമായിരിക്കും. പക്ഷേ കേവലം ഒരു സ്നാനത്തിന് മാത്രമാണോ? ആ സ്നാനത്തിലേക്ക് യേശുവിനെ നടത്തിയ ആ ഭൂതകാലങ്ങൾ മുഴുവൻ സ്വർഗത്തിൻ്റെ മുമ്പിൽ നഗ്നവും മലർന്നതുമായിട്ട് കിടക്കുന്നില്ലേ? ആ മുഴുവൻ ജീവിതത്തെ നോക്കിയിട്ട് കൊടുത്ത ഒരു സർട്ടിഫിക്കേഷനല്ലേ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അപ്പം അങ്ങനെ കൊടുക്കണമെങ്കിൽ അവിടെയൊക്കെയും യേശുവിനെ പല നിലകളിൽ പിശാച് പരീക്ഷിച്ചിട്ടുണ്ടാവും. ആ പരീക്ഷകളിലൊന്നും യേശു വീണു പോകാതെ യേശു നിലനിന്നു. നമുക്ക് ബോധ്യം തരാൻ വേണ്ടി ആ പരീക്ഷയുടെ ഒരു രംഗം മാത്രം മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിൽ, ലൂക്കോസ് 4-ലും ദൈവവചനത്തിലൊന്ന് വെളിപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണല്ലോ യോഹന്നാൻ പറയുന്നത്, ഇവനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എഴുതിയാൽ ആ പുസ്തകങ്ങൾ ഇവിടെ കൊള്ളുമോ എന്ന് ഞാൻ സംശയിക്കുന്നു. നിങ്ങൾ ആ വചനം ചിന്തിച്ചിട്ടുണ്ടോ? യോഹന്നാൻ ഒരു അതിശയോക്തി പറഞ്ഞെന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ ചിലപ്പോഴൊക്കെ പറയുന്ന പോലെ ചെറുന്ന് ഞാൻ പറയല്ലേ ഭാവന എന്നൊക്കെ പറയുന്ന പോലെ യോഹന്നാൻ അങ്ങനെ ഒരു ഭാവന പറഞ്ഞതാണോ? എന്തോ യോഹന്നാൻ പറഞ്ഞത്? ഇവനെക്കുറിച്ച് ഈ പറഞ്ഞേക്കുന്ന ഞാൻ ഇത്രയും കാര്യങ്ങൾ സുവിശേഷമെല്ലാം യോഹന്നാൻ ഇതെല്ലാം വിവരിച്ചിട്ട് ഒടുവിൽ കൺക്ലൂഡ് ചെയ്ത് പറയുക, ഞാൻ പറഞ്ഞതൊക്കെ ഇതിൻ്റെ ഒരു അഗ്രം മാത്രമേ ഉള്ളേ, പറയാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. അതെല്ലാം വളരെ വിശദമായിട്ട് രേഖപ്പെടുത്തിയാൽ അത് ഇവിടെ കൊള്ളുക പോലും ഇല്ല എന്ന് ഞാൻ ചിന്തിക്കുന്നു എന്ന് ഒരു മുൻകൂർ ജാമ്യം യോഹന്നാൻ എടുക്കുന്നത് നമ്മൾ കാണുന്നു. അപ്പോൾ രേഖപ്പെടുത്തിയിട്ടില്ലാത്ത ഒട്ടേറെ കാര്യങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മളത് പറഞ്ഞു പോയാൽ ഇവിടെ നമ്മൾ പറഞ്ഞു വന്നത്
യേശു ദൈവത്വത്തിൻ്റെ അവകാശം ഉരിഞ്ഞു വെച്ചപ്പോൾ പരീക്ഷിക്കപ്പെടാതിരിക്കാനുള്ള അവകാശവും യേശു ഉരിഞ്ഞു വെച്ചു. അപ്പോൾ യേശു പൂർണ്ണ ദൈവമായിട്ട് ഭൂമിയിലായിരുന്നു. അപ്പം തന്നെ ദൈവത്വത്തിൻ്റെ ചില അവകാശങ്ങൾ അത് ഉരിഞ്ഞു വെച്ചതിന് ശേഷം ആണ് കർത്താവ് ഈ ഭൂമിയിലായിരുന്നത്. എന്തിനാ യേശു ഇത് ഉരിഞ്ഞു വെച്ചത്? യേശു എന്തിനാ അത് ചെയ്തത്? എല്ലാത്തിലും നമുക്ക് തുല്യനാകാൻ വേണ്ടിയാണ്. നമ്മെ സ്നേഹിച്ചുകൊണ്ടാണ് അത് ചെയ്തത്. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ അവിടെ പറയുന്നുണ്ടല്ലോ, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. നമ്മെ സ്നേഹിച്ചാണ് യേശുവിനെ ഈ നിലയിൽ തൻ്റെ ദൈവത്വത്തിൻ്റെ അവകാശങ്ങൾ ഉരിഞ്ഞു വെച്ച് യേശു ഈ ഭൂമിയിലേക്ക് വന്നത്. അങ്ങനെ വന്നതിന് കാരണം നമ്മോടുള്ള സ്നേഹമാണെന്ന് പറയുമ്പോൾ തന്നെ ആ സ്നേഹം എവിടെയാണ് പ്രദർശിപ്പിക്കപ്പെട്ടിരിക്കുന്നത്? കാൽവറി ക്രൂശിലാണ് ആ സ്നേഹം പ്രദർശിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ഈ വാക്യം ശ്രദ്ധിച്ച് വായിക്കുമ്പോൾ 3:16 ശ്രദ്ധിച്ച് വായിക്കുമ്പോൾ തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം തൻ്റെ ഏകജാതനെ കാൽവറി ക്രൂശിൽ തകർത്ത് കളഞ്ഞു എന്നല്ല ആ വാക്യം കിടക്കുന്നത്. സത്യത്തിൽ കാൽവറി ക്രൂശിലെ പാപപരിഹാരം മാത്രമാണ് ദൈവസ്നേഹത്തിൻ്റെ പ്രദർശനമെങ്കിൽ അങ്ങനല്ലേ വേണ്ടത്. പക്ഷേ കാൽവറി ക്രൂശിനെ മാത്രമായിട്ട് ചേർത്തല്ല ദൈവം നമ്മെ സ്നേഹിച്ചു എന്ന് പറഞ്ഞേക്കുന്നത്, പുത്രനെ തന്നെന്ന് പറഞ്ഞേക്കുന്നത്. മറിച്ച് എന്താ? നമ്മെ സ്നേഹിച്ച് പുത്രനെ മൊത്തത്തിൽ നമുക്ക് മൊത്തത്തിൽ തന്നു. ആ മൊത്തത്തിൽ തന്ന പുത്രൻ ദൈവസ്നേഹത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ രംഗം പ്രദർശിപ്പിച്ചത് തീർച്ചയായിട്ടും കാൽവറി ക്രൂശിലാണ്. പക്ഷേ താനെ പിന്നിട്ട ആ 33 വർഷത്തെ ജീവിതവും നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തൻ്റെ പുത്രനെ തന്നപ്പോൾ അതും നമുക്ക് വേണ്ടിയാണ്. ചുരുക്കത്തിൽ യേശുവിൻ്റെ ജീവനും ജീവിതവും രണ്ടും നമുക്ക് വേണ്ടി നൽകി. കണ്ടോ, നമ്മൾ ആ വാക്യം ശ്രദ്ധിക്കുമ്പോൾ തൻ്റെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുക ചെയ്തത്. ദൈവം അവനെ നൽകി. ദൈവം യേശുവിനെ ടോട്ടാലിറ്റിയിൽ നൽകി. നമ്മളിവിടെ ഓർക്കേണ്ടത്, പലരും ഇന്ന്, ഞാൻ ഇതൊക്കെ എന്തിനാണ് ഇത്രയും തലനാരിഴ കീറി പറയുന്നത് എന്തിനെന്ന് വെച്ചാൽ, ഇന്നത്തെ സുവിശേഷ വിഹിത സഭകളിൽ നമ്മൾ ബന്ധപ്പെടുന്ന പലർക്കും ഈ കാര്യങ്ങൾ, യേശുവിൻ്റെ ജീവിതം അവർക്കൊരു പ്രശ്നമല്ല. യേശുവിൻ്റെ ജീവിതം ആകാത്തത് എന്തുകൊണ്ടാണ്? യേശു ജീവിച്ച പോലെ ജീവിക്കാൻ ഒക്കുമെന്ന് വിചാരിക്കാത്തത് കൊണ്ടാണ്. യേശു ജീവിച്ചതുപോലെ ജീവിക്കാനാണ് നമ്മളെ വിളിച്ചേക്കുന്നതെന്ന് ബോധ്യമുണ്ടായിരുന്നെങ്കിൽ യേശുവിൻ്റെ ജീവിതം അവർക്ക് പ്രധാനമായേനെ. പക്ഷേ അങ്ങനെ യേശുവിൻ്റെ ജീവിതം പ്രധാനമായിട്ടെടുത്താൽ അവരുടെ സ്വന്തം തോറ്റ ജീവിതത്തിന് അവർ ആൻസറബിളായിട്ട് വരും. അങ്ങനെ വരുന്നത് അവർക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് അതൊക്കെ ഒന്നുമല്ല, യേശുവിനെ തന്നത് കാൽവറി ക്രൂശിൽ മരിക്കാനായിട്ട് മാത്രമാണ്. ആ പാപത്തിൻ്റെ കാൽവറി ക്രൂശിലുള്ള യേശുവിൻ്റെ രക്തം ചിന്തലിൽ ഞാൻ വിശ്വസിച്ച് പാപക്ഷമ നേടിയല്ലോ, അതുകൊണ്ട് കാര്യങ്ങൾ എന്നെ സംബന്ധിച്ച് ഓക്കെ ആയി എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു തരം സുരക്ഷിതത്വത്തിൽ ഇരിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് യേശുവിൻ്റെ ജീവിതത്തെ അവർ ഗൗരവമായിട്ട് എടുക്കാത്തത് എന്നെനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 3:16, യോഹന്നാൻ 3:16 തൻ്റെ പുത്രനെ ലോകത്തെ തന്നത് ലോകത്തിൽ പാപങ്ങളുടെ പരിഹാരം വരുത്താൻ കാൽവറി ക്രൂശിൽ തകർത്ത് കളഞ്ഞു എന്നല്ല പറഞ്ഞത്. അതുൾപ്പെടെയുള്ള ഒരു ടോട്ടൽ പാക്കേജായിട്ടാണ് നമുക്കിത് തന്നത്. ഇന്നത്തെ കാലത്തെ ഒരു പ്രയോഗമാണല്ലോ, ഒരു പാക്കേജായിട്ട് തരിക എന്നൊക്കെ പറയും. ഒരു പാക്കേജാണ് തന്നത് പുത്രൻ. അല്ലെങ്കിൽ നിങ്ങൾ ഓർക്കുക, കേവലം കാൽവറി ക്രൂശിലെ ആ രക്ഷണ്യ പ്രവൃത്തി മാത്രമാണ് കാര്യമെങ്കിൽ യേശു വന്ന് ഈ 30-33 വർഷം എന്തിനാ വെറുതെ ജീവിച്ചത്? ജീവിക്കേണ്ട കാര്യമില്ല. നേരെ വന്നു, കന്യയിൽ ജനിച്ചു, അത് കഴിഞ്ഞ് പെട്ടെന്ന് അങ്ങ് വളർന്നു, 33ാമത്തെ നേരെ കാൽവറി ക്രൂശിലേക്ക് ഈ രംഗം അങ്ങ് സൂം ചെയ്തു, അവിടെ വന്ന് യേശു മരിച്ചു, കാര്യം കഴിഞ്ഞങ്ങ് പോയാൽ മതിയല്ലോ. ഈ 30-33 വർഷത്തെ ജീവിതം എന്തിനാ? അപ്പോൾ അതൊരു ടോട്ടൽ പാക്കേജിൻ്റെ ഭാഗമാണ്. യേശുവിൻ്റെ ജീവൻ മാത്രമല്ല, ജീവിതവും പ്രധാനമാണ് എന്നുള്ള കാര്യം കൂടെയാണ് നമ്മളവിടെ കാണുന്നത്. ആ ജീവിതം നമുക്ക് തന്നത് എന്തിനാണ്? നമ്മളെ സ്നേഹിച്ചെന്ന് പറയുമ്പോൾ എന്താ? നമ്മളെ കേവലം പാപപരിഹാരം മാത്രം നേടിയാൽ പോരാ, യേശുവിനെ പോലെ പാപത്തിൻ്റെ മേൽ ജയമുള്ള ഒരു ജീവിതം നമ്മൾ ജീവിക്കണം. ആ ജീവിതത്തിന് യേശുവിനെ മുന്നോടിയും
മാതൃകയുമായിട്ട് വിടണം. അതിനുവേണ്ടിയാണ് യേശുവിൻ്റെ ജീവിതവും കൂടെ നമ്മുടെ മുമ്പിൽ നമ്മളെ സ്നേഹിച്ച്, പാപികളായ നമ്മളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി യേശുവിൻ്റെ ജീവിതവും നൽകി എന്നുള്ള കാര്യം നമ്മൾ കാണാതെ പോകരുത്. ഇവിടെ വന്നപ്പെട്ട സ്ഥിതിക്ക് നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളിലൂടെ നോക്കാം. ഇവിടെ നിത്യജീവൻ, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് എന്ന് പറയുമ്പോൾ, നിത്യജീവൻ എന്നുള്ളതിനെ സംബന്ധിച്ചും പലരും കരുതിയിരിക്കുന്നത് അത് സ്വർഗത്തിലെ ജീവിതം എന്നുള്ള നിലയിലാണ്. സ്വർഗത്തിൽ ഇവിടുത്തെ ലോകത്തിലെ ജീവിതം എന്താ? നിത്യജീവിതമല്ല, കുറച്ച് കാലത്തേക്കുള്ളതാണ്. 70 ഏറെ ആയാൽ 80. എന്നാൽ സ്വർഗത്തിൽ ചെന്നാൽ നിത്യകാലമുള്ള ജീവിതം. അതുകൊണ്ട് നിത്യജീവൻ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ ജീവിതമാണ്. എന്നാൽ നിത്യജീവൻ തരാൻ വേണ്ടി കർത്താവ് വന്നു എന്ന് പറയുന്നു. എന്നാൽ അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ മരണമില്ലാത്ത നിത്യകാലമുള്ള ജീവിതമാണ് നിത്യജീവനെങ്കിൽ നരകത്തിൽ പോകുന്നവർക്കും നിത്യജീവൻ ഉണ്ടെന്ന് പറയേണ്ടി വരും. നരകത്തിലെ ജീവിതം എന്താ? നരകത്തിലും അത് അവിടുത്തെ തീ കെടുന്നില്ല എന്ന് വെച്ചാൽ അതിനൊരു അന്തമില്ല. അവിടുത്തെ പുഴു ചാകുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനൊരു അന്തമില്ലെന്നാണ്. എൻഡ്ലെസ് നിത്യകാലമാണ് നിത്യജീവൻ എന്ന് പറഞ്ഞാലുണ്ടെങ്കിൽ അത് സ്വർഗത്തിലെ ജീവിതം മാത്രമല്ല, നരകത്തിലെ ജീവിതത്തെയും നിത്യജീവിതം എന്ന് പറയേണ്ടി വരും. അപ്പോൾ അതല്ല. തീർച്ചയായിട്ടും എൻഡ്ലെസ് എന്നുള്ളതിനൊരു ഭാഗം അതുണ്ടാവും. പക്ഷേ അതിനപ്പുറത്ത് ഇതിനൊരു ഡയമെൻഷനുണ്ട്, അതിനപ്പുറത്തൊരു മാനമുണ്ട്. അതെന്താ? നിത്യജീവൻ എന്ന് പറയുമ്പോൾ അത് ആ നിത്യജീവൻ ആർക്കാ ഉള്ളത് എന്ന് നമ്മൾ ഒന്നാമത് ചിന്തിക്കണം. നിത്യജീവൻ ആർക്കില്ല? പിശാചിനില്ല. കാരണം പിശാച് ദൈവത്തിൻ്റെ ഒരു സൃഷ്ടിയാണ്. ലൂസിഫറിനെ ദൈവം സൃഷ്ടിച്ചതാണ്. അപ്പോൾ അവന് എത്ര നൂറ്റാണ്ട് മുമ്പാണെന്ന് പറഞ്ഞാലും അവനൊരു തുടക്കമുണ്ട്. ഒരുപക്ഷെ അന്തമില്ലായിരിക്കും, പക്ഷെ ഒരു തുടക്കമുണ്ട്. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ അന്തമില്ലാത്ത ജീവിതം മാത്രമാകരുത്, ആരംഭവുമില്ലാത്ത ജീവിതമാകണം. ആരംഭവും അന്ത്യവുമില്ലാത്ത ഒരു ജീവിതം, അതാണ് നിത്യജീവനെങ്കിൽ ആ നിത്യജീവൻ ആർക്കാ ഉള്ളത്? ദൈവത്തിന് മാത്രമേ ഉള്ളൂ. ദൈവം മാത്രമേ നമ്മൾ അങ്ങനെ ഒരാളെ കാണുന്നുള്ളൂ. ബാക്കി മനുഷ്യനില്ല, ദൂതന്മാർക്കില്ല, പിശാചിനില്ല. ദൈവത്തിന് മാത്രമേ ആദി, ഞാൻ തന്നെ അൽഫയും ഒമേഗയും, നമ്മൾ ഇന്നലെ ആ വാക്യം കണ്ടു. ആദിയിൽ തന്നെ അന്തവും അന്ത്യത്തിൽ തന്നെ ആദിയുമായിരിക്കുന്നവൻ, നിത്യൻ. ഒരു നിത്യജീവിതമുള്ളത് ദൈവത്തിനാണ്. അപ്പം നിത്യജീവൻ എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തിൻ്റെ ജീവനാ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ജീവിതമാണ്. ദൈവത്തിൻ്റെ ജീവിതമെന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തിൻ്റെ സ്വഭാവമാണ്. അപ്പോൾ നിത്യജീവൻ എന്ന് പറയുന്നതിന് നമ്മളൊരു പുതിയ കാര്യത്തിലേക്ക് നമ്മൾ വന്നെത്തുക. എന്താ നിത്യജീവൻ എന്ന് പറഞ്ഞാൽ? അത് കേവലം ആദിയും അന്തവും ഇല്ലാത്ത ജീവിതം മാത്രമല്ല, അതിന് ദൈവ സ്വഭാവത്തിൻ്റെ പങ്കാളിത്തമാണ്. ദിവ്യ സ്വഭാവത്തിൻ്റെ പങ്കാളിത്തം എന്നൊക്കെ നമ്മൾ പിന്നീട് കാണുന്ന കാര്യം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നിത്യജീവനാണ് നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നതെങ്കിൽ ആ നിത്യജീവൻ എന്ന് പറയുന്നതിൻ്റെ അകത്ത് ഏത് കിടക്കുന്നു? കർത്താവിൻ്റെ സ്വഭാവത്തോട് അനുരൂപരാകുന്ന റോമർ 8:29 അവിടെ കിടപ്പുണ്ട്. 1 പത്രോസ് 2:21 അവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു വ്യക്തത ഇല്ലാതെ ആളുകൾ നിത്യജീവൻ എന്ന് പറഞ്ഞ് പോകുമ്പം അങ്ങനെയല്ല കാര്യങ്ങൾ. തീർച്ചയായിട്ടും അതിൻ്റെ സമയവും കൂടെ അതിൻ്റെ അകത്ത് ബന്ധിതമായിരിക്കും, അതുമുണ്ട്. അതില്ലെന്നല്ല പറയുന്നത്. സ്വർഗത്തിൽ നമ്മൾ നിത്യകാലമാണ് കർത്താവിനോടൊപ്പമായിരിക്കുന്നത്. പക്ഷേ നമുക്കൊരു തുടക്കമുണ്ടല്ലോ. അപ്പോൾ കേവലം അതിൻ്റെ സമയബന്ധിതമായ ഒരു ലക്ഷ്യത്തിൽ മാത്രം ഊന്നിയല്ല നിത്യജീവൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. മറിച്ച് ദൈവത്തിൻ്റെ ജീവൻ, ദൈവപുത്രൻ്റെ ജീവിതം, ദൈവപുത്രൻ്റെ ജീവിതം, ദൈവപുത്രൻ്റെ സ്വഭാവം എന്ന് പറയുന്ന ഒരു കാര്യമാണ് നിത്യജീവൻ. അതും നമുക്ക് തരാനായിട്ടാണ് കർത്താവിനെ അയച്ചത്. കണ്ടോ? അപ്പോൾ കേവലം കാൽവറി ക്രൂശിലെ മരണത്തിലൂടെ നമുക്ക് കിട്ടുന്ന പാപക്ഷമ മാത്രമല്ല, അതിലൂടെ കിട്ടുന്ന സ്വർഗം മാത്രമല്ല, ഈ ഭൂമിയിൽ നമ്മൾ കർത്താവിൻ്റെ സ്വഭാവത്തോട് അനുരൂപപ്പെട്ട് ജീവിക്കുന്നിടത്ത് നിത്യജീവൻ ആരംഭിച്ചു. നിത്യജീവൻ്റെ അംശികളായി നമ്മളിപ്പോഴേ ആയി. അതിന് നമുക്ക് മാതൃകയാകാൻ വേണ്ടിയാണ് യേശുവിന് കൊടുത്ത 33 വർഷത്തെ ജീവിതം. ഇതെല്ലാം ആ വാക്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, യോഹന്നാൻ 3:16 നിത്യജീവൻ
മരണമില്ലാത്ത ജീവിതമല്ല, ദിവ്യ സ്വഭാവമാണ്. നമ്മൾ ഈ കർത്താവിൻ്റെ ഈ ദിവ്യ സ്വഭാവത്തിൽ പങ്കാളികളാകാനാണ് നമ്മളെ മുൻ നിയമിച്ചത് എന്ന് ഉള്ള വാക്യം, 2 വാക്യങ്ങളുണ്ട്. അതിൽ സാധാരണ സുവിശേഷ വിഹിത സഭകളിൽ പറയുന്ന വാക്യം എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ എന്താ പറഞ്ഞത്? ലോകസ്ഥാപനത്തിന് മുമ്പേ 6-ാമത്തെ വാക്യത്തിലേക്ക്, മലയാളത്തിൽ വരുമ്പോൾ 6-ാമത്തെ വാക്യത്തിലേക്ക് വരും. ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മളെ എന്ത് ചെയ്തു? മുൻ നിയമിച്ചു. പ്രീഡെസ്റ്റൈൻ എന്ന വാക്ക്, നമ്മളെ മുൻ നിയമിച്ചു. പിന്നെ റോമർ 8:29 എന്ത് പറയുന്നു? അവൻ്റെ പുത്രൻ്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടേണ്ടതിന് വേണ്ടി നമ്മളെ മുൻ നിർണയിച്ചു എന്ന് അവിടെ റോമർ 8:29 പറയുമ്പം നമ്മൾ എഫേസ്യർ 1:4 മുതൽ 6 വരെ കാണുന്ന മുൻനിയമനം, മുൻനിർണയം എന്നുള്ളതിനെ മാത്രം അല്ല എടുക്കേണ്ടത്. 8:29 റോമർ 8:29 അവിടെയും നമ്മളെ മുൻനിയമിച്ചു എന്ന് പറയുന്ന 2 വാക്യങ്ങളൂടെ ചേർത്ത് ചിന്തിക്കണം. ഈ എഫേസ്യർ 1:4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ഇവരെടുക്കുമ്പോൾ അവരെന്താ പറയുന്നത്? അവർ പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷ പ്രാപിപ്പാൻ വേണ്ടി ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മളെ മുൻ നിയമിച്ചു. അവിടെയും എന്തിനു മാത്രമേ അവർ ഊന്നൽ കൊടുക്കുന്നുള്ളൂ? പാപക്ഷമ. കാൽവറി ക്രൂശിലെ ആ കർത്താവിൻ്റെ ബലി കൊണ്ട് നമുക്ക് കിട്ടുന്ന പാപത്തിൽ നിന്നുള്ള മോചനത്തിന് മാത്രമേ അത് ലോകസ്ഥാപനം മുമ്പേ നമ്മളെ കണ്ടതാ എന്ന് പറയും. എന്നാൽ എഫേസ്യർക്ക് എഴുതിയ ലേഖനം റോമർ 8:29 വളരെ വ്യക്തമാണ്. കർത്താവിൻ്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടാനായിട്ടാണ് നമ്മളെ ലോകസ്ഥാപനത്തിന് മുമ്പേ മുൻ നിയമിച്ചത് എന്ന് വേണമെങ്കിൽ എഫേസ്യർ 1:4-6 ചേർത്ത് ചിന്തിച്ചാൽ നമുക്കങ്ങനെ പറയാം. ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മളെ കണ്ടത് എന്തിനാ? നമ്മളെ കണ്ടത് കേവലം നമ്മളെ രക്ഷ എന്നതിന് മാത്രമല്ല, കർത്താവിൻ്റെ സ്വഭാവത്തോട് അനുരൂപരായി ജീവിക്കാൻ വേണ്ടി ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മളെ മുൻ നിയമിച്ചതാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്ന് പറയുമ്പോൾ ഈ എഫേസ്യർ 1-ാം അധ്യായം അതിൻ്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിലും നമ്മൾ ശ്രദ്ധിച്ചു വായിച്ചാൽ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മളെ മുൻ നിയമിച്ചത് നമ്മളെ രക്ഷിക്കാനാണ്, നമ്മുടെ പാപം മോചിക്കാനാണെന്നല്ല അവിടെ പറയുന്നത്. മറിച്ച് എന്തിനാ നമ്മളെ അവിടെ മുൻ നിയമിച്ചെന്ന് പറയുന്നത്? ലോകസ്ഥാപനത്തിന് മുമ്പേ മുൻ നിയമിച്ചത് എന്തിനാണ്? 1:4 മുതൽ വായിക്കുക. അവിടെ വായിക്കുമ്പോൾ നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന്. കണ്ടോ, എന്താകാനാ? വിശുദ്ധരും നിഷ്കളങ്കരും. നമ്മൾ ദൈവസ്വഭാവത്തോട് അനുരൂപപ്പെടുമ്പോൾ നമ്മളെന്താ? വിശുദ്ധരും നിഷ്കളങ്കരുമാകുക ചെയ്യുന്നത്. അപ്പോൾ ദൈവസ്വഭാവത്തോട് അനുരൂപപ്പെടേണ്ടതിന് വേണ്ടി തന്നെയാണ് നമ്മളെ ലോകസ്ഥാപനത്തിന് മുമ്പ് മുൻ നിയമിച്ചതെന്നാണ് സത്യത്തിൽ ആ വാക്യത്തിൽ നിന്ന് നമ്മൾ ചെന്നെത്തേണ്ട നിഗമനം. പക്ഷേ നമ്മുടെ ചുറ്റുപാടുമുള്ള പല സഹോദരന്മാരും അത് നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി നമ്മളെ മുൻ നിയമിച്ചു എന്നിട്ട് പറയും ശരിക്കും വിശുദ്ധരും നിഷ്കളങ്കരുമായിട്ട് എവിടെയും നമുക്ക് നിൽക്കാൻ ഒക്കുകയുള്ളൂ? സ്വർഗത്തിലേ നമുക്ക് നിൽക്കാൻ ഒക്കുകയുള്ളൂ. സമ്മതിച്ചു സഹോദര, സമ്മതിച്ചു. പക്ഷേ 1 യോഹന്നാൻ 3:3 പറയുന്നുണ്ടല്ലോ, അവൻ വരുമ്പോഴേ അവന് സദൃശ്യരാകുകയുള്ളൂ. പക്ഷേ ആ പ്രത്യാശയുള്ളവൻ എന്തോ വേണം? ഇപ്പം തന്നെ നിഷ്കളങ്കനും വിശുദ്ധനുമായിരിക്കണം, അല്ലെങ്കിൽ തന്നെ നിർമ്മലീകരിക്കണം. അപ്പോൾ ഈ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മളെ മുൻ നിയമിച്ചതും മുൻ നിർണയിച്ചതും കേവലം രക്ഷയ്ക്ക് മാത്രമല്ല, കർത്താവിൻ്റെ സ്വഭാവത്തോട് അനുരൂപപ്പെട്ടുള്ള ഒരു പൂർണ്ണ ജീവിതവും കൂടെ ഉദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. എഫേസ്യറിലെ വാക്യവും റോമർ 8-ലെ വാക്യവും കൂടെ ചേർത്ത് ചിന്തിക്കുക. അപ്പോൾ അങ്ങനെ തൻ്റെ ദിവ്യ സ്വഭാവത്തിലെ ഒരു പങ്കാളിത്തത്തിന് വേണ്ടിയാണ് നമ്മളെ മുൻ നിയമിച്ചത്. ദൈവത്തിൻ്റെ ഒരു ടോട്ടൽ പാക്കേജിൻ്റെ ഭാഗമായിട്ട് അങ്ങനെയാണ് വന്നത്. അങ്ങനെ വന്നപ്പോൾ അത് നമ്മളെ സ്നേഹിച്ചാണ് ചെയ്തതെന്ന് യോഹന്നാൻ 3:16 വ്യക്തമാക്കുന്നു. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ കർത്താവിൻ്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടുക എന്ന് പറയുമ്പം, ദൈവസ്വഭാവത്തോട് അനുരൂപപ്പെടുക എന്ന് പറയുമ്പം ദൈവസ്വഭാവം എന്ത് ചെയ്യും? നമ്മൾ ഒരു കുഞ്ഞിനോട് പറയുക, കുഞ്ഞെ നീ വരിയൊന്നും തെറ്റാതെ രചന എഴുതണം എന്ന് പറയുമ്പം ആ കുഞ്ഞിന് നമ്മൾ രചനയുടെ നോട്ട് ബുക്ക് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ മേളിൽ എന്തോ കൊടുത്തിട്ടുണ്ട്. മേളിൽ ആ 2 വരിയിൽ ബന്ധിപ്പിച്ച് അവർ തന്നെ എഴുതി കാണിച്ചിട്ടുണ്ട്. ഈ താഴെ 4-5 ലൈൻ ഉണ്ടെങ്കിൽ അവൻ ആ മേളിൽ എഴുതി കാണിച്ചേക്കുന്ന ആ മാതൃകയെ ചേർത്ത് വേണം ഇവൻ താഴോട്ട് അതെഴുതാൻ.
അപ്പോൾ ഏത് കാര്യവും നീ അതുപോലെ ചെയ്യ് എന്ന് പറയുമ്പം, ദിവ്യ സ്വഭാവത്തോട് അനുരൂപപ്പെടുമെന്ന് പറയുമ്പം, നമുക്ക് കാണാവുന്ന മനസ്സിലാക്കാവുന്ന ഒരു ദിവ്യ സ്വഭാവം നമ്മുടെ മുമ്പിൽ വരച്ച് കാട്ടിയാലേ നമുക്ക് അതിനോട് താതാത്മ്യപ്പെട്ട് ജീവിക്കാനൊക്കെ ഉള്ളൂ. അതപ്പം നമുക്ക് ദൈവ സ്വഭാവം എവിടെ നിന്ന് കിട്ടും? നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചല്ലോ, തൻ്റെ പുത്രൻ ദൈവത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അതായത് തൻ്റെ പുത്രനിൽ വെളിപ്പെടുത്തപ്പെട്ട സ്വഭാവമാണ് ദൈവസ്വഭാവം. അപ്പോൾ ദൈവസ്വഭാവം എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി നമ്മളാരും കഷ്ടപ്പെട്ട് വേറെ ഒന്നിനും പോകണ്ട. നമ്മൾ എന്തോ കണ്ടാൽ മതി, പുത്രൻ്റെ സ്വഭാവം എന്തുവാന്ന് കണ്ടാൽ മതി. പുത്രൻ്റെ സ്വഭാവത്തോട് അനുരൂപപ്പെട്ടാൽ മതി. ദൈവസ്വഭാവത്തോട് അനുരൂപപ്പെട്ടു. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോടാണ് നമ്മൾ അനുരൂപപ്പെടാൻ വേണ്ടിയാണ് നമ്മളെ മുൻ നിയമിച്ചത്, മുൻ നിർണയിച്ചത്, പുത്രനെ നമുക്ക് തന്നത് എന്നെല്ലാമാണ് നമ്മൾ ഇത്രയും നേരം കൊണ്ട് പറഞ്ഞു വന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ പുത്രൻ്റെ സ്വഭാവത്തിന് തുല്യമായിട്ട് നമുക്ക് ജീവിക്കാൻ ഒക്കുമോ എന്നുള്ള ഒരു പ്രശ്നം അവിടെ കിടക്കുന്നു. പുത്രൻ്റെ സ്വഭാവത്തോട് ഒപ്പം നമുക്ക് ജീവിക്കാൻ ഒക്കുമോ? ഒരാളുടെ പോലെ നമ്മൾ ജീവിക്കണമെങ്കിൽ ആ ആൾ നമ്മളെപ്പോലെ ആയിരിക്കണം. നമ്മളെപ്പോലെ ആയ അതിന് തുല്യമായിട്ട് നമുക്ക് അദ്ദേഹത്തെ ആ നിലയിൽ അനുകരിക്കാൻ ഒക്കുള്ളൂ. ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു ഉദാഹരണം ഇങ്ങനെയാണ്. ഒരാൾ ഇവിടെ ഒളിമ്പിക്സ് മത്സരമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓട്ട മത്സരമോ നടന്നു എന്നിരിക്കട്ടെ, ഒരാൾ 100 മീറ്റർ റെഫറി വിസിൽ ഊതുന്നതും കേട്ടു. ഈ 10 പേര് ഓടാൻ നിന്നതിൽ ഒരുത്തൻ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ഫിനിഷിംഗ് പോയിന്റിലെത്തി. ഹമ്പടാ, പത്രക്കാരെല്ലാം കൂടി ഓടിക്കൂടി അവൻ്റെ ഫോട്ടോ എടുത്തു, അവനെ കൊണ്ടാടി. ഇത്രയും റെക്കോർഡ്, സകലമാന റെക്കോർഡുകളും ഭേദിച്ചു, തകർത്തു. ഇവൻ നിമിഷ നേരം കൊണ്ട് അവിടെ ചെന്നു. ഇവനെ എല്ലാവരും കൂടെ പൂമാലയൊക്കെ ഇട്ട് ആദരിച്ചപ്പം ഒരാൾ പതുക്കെ അവൻ്റെ അടുത്തേക്ക് വരും. ആരാ? ഡോക്ടറാ. എന്താ? അല്ല, ഇച്ചിരി ബ്ലഡ് എടുക്കാനാ. എന്തുവാ? അല്ല, വല്ല ഉത്തേജക മരുന്നോ വല്ലതും കഴിച്ചിട്ടുണ്ടോ എന്ന് അറിയാനാ. ഉടനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പം ഇവന് ഏറ്റവും കൂടുതൽ ഉത്തേജക മരുന്ന് കഴിച്ചു. ഉത്തേജക മരുന്ന് കഴിച്ചത് കൊണ്ടാണ് ഇവനെന്തായി തീർന്നത്? നിമിഷ നേരം കൊണ്ട് അവിടെ ചെന്നത്. അപ്പോൾ ഉത്തേജക മരുന്ന് കഴിച്ചു എന്ന് കണ്ടെത്തിയാൽ ഇവനെ എന്തു ചെയ്യും? ഡിസ്ക്വാളിഫൈ ചെയ്യും. ഇതെന്നെ കളിയാ. ഏതായാലും എത്രയും വേഗത്തിൽ ആ ഓട്ടത്തിൽ അവിടെ ചെന്നാൽ പോരാ, ഉത്തേജക മരുന്ന് കഴിച്ചാൽ എന്തോ ഇല്ലേലും എന്തുവാ എന്ന് പറഞ്ഞാൽ അതിനെ വെറുതെ വിടുമോ? ഇല്ല, വെറുതെ വിടുകയില്ല. കാര്യം 10 പേര് ഓടാൻ നിന്നാൽ 10 പേരും ഒരേപോലെ ആയിരിക്കണം. ഒരാൾക്ക് മാത്രം ഉത്തേജക മരുന്നിൻ്റെ ആനുകൂല്യം കിട്ടിയാൽ ആ ആളിനെ ബാക്കി 9 പേർക്ക് ആ ആളിനെ പോലെ ഓടാനായിട്ട് പറ്റുകയില്ല. ഇത് വളരെ ലളിതമായ കാര്യമാണ്. നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിനെ പോലെ ജീവിക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെ ഒക്കണം? യേശു നമുക്ക് തുല്യമായിട്ട് എല്ലാത്തിലും ആയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ ഒക്കുള്ളൂ? യേശുവിനെ പോലെ ജീവിക്കാനായിട്ട് ഒക്കുള്ളൂ. അപ്പോൾ യേശു എല്ലാത്തിലും നമുക്ക് തുല്യമായിട്ടായിരുന്നോ എന്നുള്ള പ്രശ്നമുണ്ട്. കണ്ടോ, യേശു നമുക്ക് തുല്യമായിട്ടായിരുന്നോ? ഞാൻ ഇന്ന് ഈ സെഷൻ ആരംഭിച്ചപ്പോൾ മുതൽ ഞാൻ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് എബ്രായർ 4:15 സകലത്തിലും നമുക്ക് തുല്യമായി എന്ന് പറഞ്ഞു. ആ പറഞ്ഞതിനെല്ലാം ഒരു പരിഹാരം എന്നുള്ള നിലയിൽ ഞാൻ ഇനി എൻ്റെ മറുവശം കുറച്ച് നേരം പറയട്ടെ. യേശു എല്ലാത്തിലും നമുക്ക് തുല്യമല്ലായിരുന്നു. ബ്രദർ ഒന്നീ അവിടെ നിൽക്കണോ അല്ലെ ഇവിടെ നിൽക്കണോ, ഇത് രണ്ടും കൂടെ പറഞ്ഞാൽ അങ്ങനെയാ ദൈവവചനം. ദൈവവചനം വളരെ ബാലൻസ്ഡാണ് പ്രിയപ്പെട്ടവർ. നമുക്ക് നോക്കാം. യേശു നമുക്ക് തുല്യമായിരുന്നു എന്ന് പറയുമ്പം തന്നെ എല്ലാത്തിലും താൻ മനുഷ്യത്വത്തിൽ തന്നെ നമുക്ക് തുല്യമല്ലായിരുന്നു. എങ്ങനെയൊക്കെ തുല്യമല്ലായിരുന്നു? നമ്മൾ റോമർ 8:3 നമ്മൾ കാണുന്നുണ്ട്. എന്താ? കർത്താവ് പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലാണ് വന്നത്, പാപജഡത്തിലല്ല വന്നത്. നമ്മൾ ആ വാക്യം ആരെങ്കിലും പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലും തൻ്റെ പുത്രനെ എങ്ങനെയാണ് ഈ ഭൂമിയിലേക്ക് അയച്ചത്? പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലാണ് അയച്ചത്. അല്ല അയച്ചത്. നമ്മൾ പാപജഡത്തിലാണ്. കർത്താവ് എന്താ? പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലാണ് വന്നത്. ഇത് പറയുമ്പോൾ തന്നെ നമ്മളെക്കുറിച്ച് ചിലർ വിചാരിച്ചേക്കുന്നത് എന്താ? യേശു പാപജഡത്തിൽ വന്നു എന്നാ പഠിപ്പിക്കുന്നതെന്നാണ് ചിലർ വിചാരിച്ചേക്കുന്നത്. എന്താ നമ്മൾ എന്താ പറയുന്നതെന്ന് ആരും ശ്രദ്ധിക്കുന്നില്ല. സത്യത്തെ നമ്മളങ്ങനെ പറയുന്നില്ല. ദൈവവചനത്തിലുള്ളതേ നമുക്ക് പറയാനൊക്കെ ഉള്ളൂ.
ദൈവവചനത്തിൽ വളരെ ക്രിസ്റ്റൽ ക്ലിയറായിട്ട് റോമർ 8:3 പറയുന്നു, തൻ്റെ പുത്രനെ എങ്ങനെ അയച്ചത്? പാപജഡത്തിൽ അയച്ചു എന്നല്ല, പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലേ അയച്ചുള്ളൂ. നമ്മുടേതുപോലൊരു ശരീരമായിരുന്നു, പക്ഷേ കർത്താവിൻ്റെ ജഡം പാപജഡമായിരുന്നില്ല. നമ്മുടേത് പാപജഡമാണ്. അവിടെയും കന്യാജനനം അവിടെ പ്രസക്തമാണ്. സങ്കീർത്തനം 51 സങ്കീർത്തനം നോക്കുക. 51 സങ്കീർത്തനത്തിൽ ദാവീദിൻ്റെ പാപസങ്കീർത്തനമാണല്ലോ ഏറ്റവും പ്രശസ്തമായ ദാവീദിൻ്റെ ആ സങ്കീർത്തനം. ആ സങ്കീർത്തനത്തിൽ അതിൻ്റെ തന്നെക്കുറിച്ച് തന്നെ പറയുന്ന ആ ഭാഗം നോക്കുക. അതിൻ്റെ 5-ാമത്തെ വാക്യം, 51:5. കണ്ടോ, ഏത് മനുഷ്യനെ സംബന്ധിച്ചും യാഥാർത്ഥ്യമായ കാര്യം ഇതാ. എന്താ? അകൃത്യത്തിൽ ഞാൻ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. ദാവീദ് പറയുക, എന്നെ എൻ്റെ അമ്മ പാപത്തിൽ ഗർഭം ധരിച്ചു, അകൃത്യത്തിൽ ഞാൻ ഉരുവായി. പക്ഷേ യേശു അങ്ങനെയല്ല, പാപത്തിലല്ല ജനിച്ചത്, വിശുദ്ധ പ്രജയാണ്. വിശുദ്ധ പ്രജ, നമ്മൾ ഈ കാര്യം ഇന്നലെ കണ്ടു. അപ്പോൾ കർത്താവിൻ്റേത്, എൻ്റെ അമ്മ എന്നെ പാപത്തിൽ ഗർഭം ധരിച്ചു, അതുകൊണ്ട് എൻ്റെ ജഡം എന്താ? പാപജഡമാണ്. യേശു വിശുദ്ധ പ്രജയാണ്, അതുകൊണ്ട് യേശുവിന് പാപജഡത്തിൻ്റെ സാദൃശ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതാണ് നമ്മിൽ നിന്നുള്ള ഒരു വ്യത്യാസം. രണ്ടാമത്തെ വ്യത്യാസം നമ്മളിപ്പോൾ പറഞ്ഞു, കർത്താവ് എന്താ? വിശുദ്ധ പ്രജയാണ്. നമ്മളോ ആദാമ്യവർഗത്തിൽ ജനിക്കുന്നവൻ മുഴുവൻ പാപത്തിന് കീഴ്പ്പെട്ടവനാണ്. ആദാമ്യവർഗത്തിൽ ജനിച്ച ഒരു കുഞ്ഞ്, ആ കുഞ്ഞൊരു പാപം പോലും ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവനെന്താ? ആദാമ്യകുലത്തിൽ ജനിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ അന്നു മുതൽ മരണം എല്ലാവരിലും പരന്നിരിക്കുന്നു. ആദാമിൻ്റെ ലംഘനം. റോമറിൽ ഈ കാര്യം വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. 5-ാം അധ്യായം നോക്കുക. 5-ാം അധ്യായം നിങ്ങൾ വീട്ടിൽ പോയിരുന്ന് വായിച്ചു നോക്കുക. അവിടെ ആദാം മുതൽ എല്ലാവരിലും, മനുഷ്യകുലത്തിൽ മുഴുവൻ ആ പാപവും പാപത്തിൻ്റെ ഫലമായ മരണവും പരന്നതിനെക്കുറിച്ച് വളരെ കൃത്യതയോടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിശുദ്ധ പ്രജയല്ല, കർത്താവ് വിശുദ്ധ പ്രജയായിരുന്നു. മൂന്നാമത്തെ കർത്താവ് നമ്മളിൽ നിന്നുള്ള വ്യത്യാസം, കർത്താവിനൊരു ഓൾഡ് മാൻ, പഴയ മനുഷ്യനില്ലായിരുന്നു എന്നുള്ളതാണ്. പഴയ മനുഷ്യനില്ല, കർത്താവ് ഒരു വിശുദ്ധ പ്രജയാണ്. എന്തു ഈ പഴയ മനുഷ്യൻ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് എല്ലാവരും പറയുമല്ലോ, പഴയ മനുഷ്യൻ, ഓൾഡ് മാൻ. എന്തുവാ പ്രിയപ്പെട്ടവർ ഈ ഓൾഡ് മാൻ? അതാരാ? നമുക്ക് ആകെപ്പാടെ ഒരു ഓൾഡ് മാനേ അറിയുള്ളൂ. നമ്മൾ ഈ പിള്ളേരൊക്കെ നമ്മളെക്കുറിച്ച് പറയുന്നത് എന്താ? മൂപ്പിലാൻ എന്ന് പറയില്ലേ? അപ്പനെ ഇപ്പം ഓൾഡ് മാൻ എന്നാ പറഞ്ഞാൽ അതാ സംഭവം. ഇതല്ല ഈ ഓൾഡ് മാൻ. ഇതാരാ ഓൾഡ് മാൻ? ഒരു ഓൾഡ് മാനുണ്ട്, നമുക്കറിയാം. ഞാൻ അതിൻ്റെ കാര്യങ്ങളിലേക്ക് കടന്നു പോയാൽ എന്താ, ഒത്തിരി സമയമെടുക്കും. നമുക്കതിനെ വളരെ വേഗത്തിൽ ഇങ്ങനെ പറയാം. ഓൾഡ് മാൻ, പഴയ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ പാപത്തിലേക്ക് ചായ്വുള്ള ഒരു മനസ്സാണ്. നമ്മളൊരു കുഞ്ഞ് ജനിക്കുന്നു, അതിനെ അപ്പ അമ്മ എന്ന് വിളിക്കാൻ പ്രായമാകുന്നതിന് മുമ്പ് തന്നെ അതെന്താ ചെയ്യുന്നത്? അതിനൊരു പാപത്തിലേക്കൊരു ടെൻഡൻസി ഉണ്ട്. എനിക്കൊരു കൊച്ചുമക്കളുള്ള ഒരു വയസ്സൻ്റെ ചില പൊണ്ണക്കാര്യം പറച്ചിലായിട്ട് ദയവായിട്ട് എടുക്കുക. എന്നാലും ഞാൻ പറഞ്ഞു പോട്ടെ. എൻ്റെ മകളുടെ കുഞ്ഞ് കഴിഞ്ഞ ദിവസം അവൾ വിളിച്ച് പറയായിരുന്നു, അവളുടെ അപ്പന് അവളുടെ മൊബൈൽ ഫോൺ വെച്ചിട്ട് പോയി. ഇവളോട് പറഞ്ഞിട്ടുണ്ട്, മൊബൈൽ ഫോൺ എടുക്കരുത്, മൊബൈൽ ഫോൺ നിനക്കുള്ളതല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കുറച്ച് നേരം ഇവൾ അടുക്കളയിൽ നിന്നിട്ടും കൊച്ചിൻ്റെ അനക്കം കേൾക്കാനിരുന്നപ്പം ഇവൾ പതുക്കെ അമ്മയുടെ കണ്ണ് വെട്ടിച്ചു പോയി അപ്പൻ്റെ മൊബൈൽ ഫോൺ എടുത്ത് അപ്പം തന്നെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. 2 വയസ്സായിട്ടില്ല കുഞ്ഞിന്. അപ്പം തന്നെ അവൾക്കറിയാം അവൾ കള്ളത്തരമാണ് ചെയ്യുന്നത്, പറയുന്ന കാര്യം ലംഘിക്കുകയാണ് ചെയ്യുന്നത് എന്നറിയാമെങ്കിൽ പോലും അവൾ പതുക്കെ അമ്മയുടെ കണ്ണ് വെട്ടിച്ചു പോയി അപ്പൻ്റെ മൊബൈൽ ഫോൺ എടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത്, ഒരു തെറ്റേ ശരി തിരിച്ചറിയുന്നതിന് മുമ്പ് തന്നെ മനുഷ്യകുലത്തിൽ ജനിച്ച ഏത് കുഞ്ഞിനും എന്തുണ്ട്? പാപത്തിലേക്കൊരു ചായ്വുള്ള ഒരു മനസ്സ് കിടപ്പുണ്ട്. അത് ആ ഓൾഡ് മാനാണ്. ഈ പഴയ മനുഷ്യൻ നമ്മെ സംബന്ധിച്ചിടത്തോളം അതെങ്ങനെയാണ് വരുന്നത്? ഈ പഴയ മനുഷ്യൻ, ഒരാൾ കർത്താവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കുമ്പം അവൻ്റെ പഴയ മനുഷ്യൻ കർത്താവിനോടൊപ്പം 2000 വർഷം ക്രൂശിക്കപ്പെട്ടതായിട്ട്, അങ്ങനെയാണ് ദൈവത്തിൻ്റെ സന്നിധിയിലുള്ള ബോധ്യം. നമ്മുടെ പഴയ മനുഷ്യൻ, നമുക്ക് പഴയ മനുഷ്യനില്ല. നമ്മൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടത് നമ്മൾ രക്ഷിക്കപ്പെട്ട ദിവസമല്ല. കർത്താവ് വന്ന് ക്രൂശിക്കപ്പെട്ടപ്പം അന്ന് തന്നെ നമ്മുടെ പഴയ മനുഷ്യനെ അവിടെ ക്രൂശിച്ചെങ്കിലും അത് ഫലത്തിലായത് ഇപ്പോഴായത്. നമ്മൾ ചിലപ്പോൾ മൊബൈൽ ഫോൺ കൊണ്ടുവന്ന്
അത് ആക്ടിവേറ്റ് ചെയ്യുമോ, എന്തൊക്കെയാണ് ഇപ്പോഴത്തെ പ്രയോഗങ്ങൾ എന്ന് അറിഞ്ഞുകൂടാ. നമ്മളതിൻ്റെ ചാർജ് പോയി, അതവിടെ കൊണ്ടിട്ട് പൈസ അടച്ചേച്ച് അരമണിക്കൂർ നമ്മൾ പൈസ അടച്ചപ്പോഴത് വിളിക്കാൻ പറ്റിയില്ല. അരമണിക്കൂർ കഴിഞ്ഞപ്പം വിളിക്കാം, എന്തോ ആയി. അരമണിക്കൂർ മുമ്പ് പൈസ അടച്ചെങ്കിലും അത് ആക്ടിവേറ്റഡ് ആയോ, അങ്ങനെ ഏതാണ്ട് അതിൻ്റെ സാങ്കേതിക പദം. അതായത് അരമണിക്കൂർ കഴിഞ്ഞ എന്ന് പറഞ്ഞതുപോലെ കർത്താവായ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ 2000 വർഷം മുമ്പ് മരിച്ചപ്പോൾ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ എല്ലാം പഴയ മനുഷ്യൻ കർത്താവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ടു. പക്ഷേ അത് ആക്ടിവേറ്റഡ് ആയതെപ്പോഴാണ്? നമ്മൾ 30-ാം വയസ്സിൽ 35-ാം വയസ്സിൽ പ്രസംഗം കേട്ട് തിരുനക്കര മൈതാനത്ത് കൈപൊക്കുകയും കർത്താവിനായിട്ട് ഹൃദയം കൊടുക്കുകയും ചെയ്തപ്പോഴാണ് അത് ആക്ടിവേറ്റഡ് ആയത്. അത്രയേ ഉള്ളൂ. പോട്ടെ. അപ്പോൾ പഴയ മനുഷ്യൻ എന്ന് വെച്ചാൽ അത് കർത്താവായ യേശു ക്രിസ്തുവിന് അതുണ്ടായിരുന്നില്ല, ഒരു പഴയ മനുഷ്യനും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ വേറെ ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിച്ചാൽ, വേറൊരു കാര്യത്തിലും കർത്താവ് നമ്മിൽ നിന്ന് ഒരു ഒഴിവുള്ളവനാണ്. എന്ന് പറഞ്ഞാൽ നമ്മളൊരാൾ 40-ാം വയസ്സിലാണ് രക്ഷിക്കപ്പെടുന്നതെന്നിരിക്കട്ടെ, 40-ാം വയസ്സ് വരെ നമ്മൾ എന്ത് ചെയ്തു? മദ്യപാനം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നടന്നു. 40-ാം വയസ്സിൽ നമുക്കൊരു റാഡിക്കലായ ചേഞ്ച് ഉണ്ടായി, നമ്മൾ രക്ഷിക്കപ്പെട്ടെങ്കിലും നമ്മൾ ഈ 40 വർഷം പിന്നിട്ട ഒരു ജീവിതത്തിൻ്റെ ഒരു സ്വാധീനം, ഒരു ഹാങ് ഓവർ അവിടെ കിടപ്പുണ്ട്. എന്നാൽ കർത്താവിന് എന്തില്ല? കർത്താവിന് അങ്ങനൊരു സ്വാധീനമില്ല. ഞാനൊരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞ ഒരു സംഭവം ഞാൻ ഓർക്കുന്നു. ബാംഗ്ലൂരിൽ വെച്ചൊരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, അവൻ രക്ഷിക്കപ്പെട്ട് സഭയിൽ വന്ന ഒരു പയ്യനാണ്. അവനെ പഠിക്കാൻ അപ്പനും അമ്മയും കൂടെ ബാംഗ്ലൂരിൽ എൻജിനീയറിംഗ് പഠിക്കാൻ വിട്ടു. അവൻ അവിടെ ചെന്ന് അപ്പൻ്റെയൊക്കെ പൈസ വാങ്ങിച്ച് രാവിലെ മുതൽ വൈകുന്നവരെ ബാർ ഹോട്ടലിലും എല്ലാം നടന്നവനാണ്. അങ്ങനെയെല്ലാം നടന്ന് വർഷങ്ങൾ ജീവിതം പാഴാക്കി അവസാനം ഒത്തിരി പേപ്പറുകൾ പെൻഡിങ്ങിൽ വന്നു. അവസാനം ഒരു സുപ്രഭാതത്തിൽ അവൻ രക്ഷിക്കപ്പെട്ട് സഭയിൽ വന്നു. ഇരുട്ട് വെളിച്ചമായെന്ന് പറഞ്ഞ പോലെ ഒരു ടോട്ടൽ ചേഞ്ച് ഉണ്ടായി. അവൻ എന്നോട് പറഞ്ഞു, ചിലപ്പോഴൊക്കെ ബാംഗ്ലൂരിലൂടെ ഒക്കെ നടക്കുമ്പം ഓടിച്ചെന്ന്, ചിലപ്പോൾ ഒരു മഴ പെയ്യാൻ നേരത്ത് വലിയ ഓടിച്ചെന്ന് കയറുമ്പം ചിലപ്പോൾ ഒരു ബാർ ഹോട്ടലിൻ്റെ സമീപത്തായിരിക്കും കയറി നിൽക്കുന്നത്. ഈ ബാർ ഹോട്ടലുകൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അതിനൊരു പ്രത്യേക മണമുണ്ട് പോലും, അവിടുത്തെ ഒരു മണവും അതും ഇതും എല്ലാം കൂടെ ചേർന്ന് അവിടെ നിൽക്കുമ്പം ഒരു വലി തോന്നുക എന്ന ചെറുപ്പക്കാരൻ. ഇതെന്താ? അവൻ്റെ ബോധപൂർവം അവനെന്ത് ഇല്ല, മദ്യപിക്കുകയില്ല. അവനെ കൊണ്ടുവന്ന് അവിടെ മദ്യശാലയെ കൊണ്ടിരുത്തിയാലും അവനൊരു തുള്ളി മദ്യപിക്കുകയില്ല. പക്ഷേ ഈ 30 വർഷം അവൻ പിന്നിട്ട ജീവിതത്തിൻ്റെ ഒരു ഹാങ് ഓവർ അവിടെ കിടക്കുക ചെയ്ത്, ഒരു പാപസ്വാധീനം. ഞാൻ വളരെ വേഗത്തിൽ പറയട്ടെ. 4 കൂട്ടം കാര്യങ്ങളിൽ കർത്താവ് വ്യത്യസ്തനാണ്. പാപജടത്തിൻ്റെ സാദൃശ്യം മാത്രമേ ഉള്ളൂ. നമുക്കൊരു പാപജടമുണ്ട്. പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. കർത്താവ് വിശുദ്ധ പ്രജയാണ്, നമ്മളങ്ങനെയല്ല. കർത്താവിനൊരു പഴയ മനുഷ്യനില്ല, നമുക്കൊരു പഴയ മനുഷ്യൻ ഉണ്ടായിരുന്നു. അതുപോലെ മുൻകാല പാപത്തിൻ്റെ സ്വാധീനം കർത്താവിനില്ല. ഇത്രയും കാര്യങ്ങളിൽ കർത്താവ് നമ്മിൽ നിന്ന് വ്യത്യസ്തനാണ്. ഇങ്ങനെയുള്ള കർത്താവ്, ഈ കർത്താവാണ് നമുക്ക് മാതൃകയും മുന്നോടിയും എന്ന് പറയുമ്പം ബ്രദറെ ഇപ്പം ഞങ്ങൾക്ക് കാര്യം മനസ്സിലായി. ഇങ്ങനെയുള്ള കർത്താവിനെ ഒന്നും നമുക്ക് പിൻപറ്റാനായിട്ട് ഒക്കുകയില്ല എന്ന് പറയാൻ വരട്ടെ. അങ്ങനെയല്ല അതിൻ്റെ കാര്യം. അതായത് ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിലും കർത്താവിനെ സംബന്ധിച്ചിടത്തോളം പ്രലോഭനം, പരീക്ഷ റിയലായിരുന്നു. എങ്ങനെയാണ് പരീക്ഷ റിയലാകുന്നത്? ഇത്രയും ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരാൾക്ക് എങ്ങനെയാണ് പാപപരീക്ഷ റിയലാകുന്നത്? നമുക്ക് അതിനൊരു സൂചന കിട്ടുന്നത് ആദാമിൽ നിന്നാണ്. ആദാം ആരായിരുന്നു? ആദാമിനും പല പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. ആദാമിന് എന്തില്ലായിരുന്നു? ഒരു പഴയ മനുഷ്യനുണ്ടായിരുന്നില്ല. ആദാം ദൈവത്തിൻ്റെ സൃഷ്ടിയായിരുന്നു. ദൈവം ഒരു പഴയ മനുഷ്യനെ ചേർത്ത് ഒരാൾക്ക് രൂപം കൊടുക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ആദാമിനൊരു പഴയ മനുഷ്യനുണ്ടായിരുന്നില്ല. ആദാമിനൊരു പാപജടമല്ലായിരുന്നു ഉണ്ടായിരുന്നത്. ആദാമിന് ഈ ദാവീദ് 51-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞ പോലെ പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു എന്ന് പറയാൻ ആദാമിനൊരു അമ്മയുണ്ടായിരുന്നില്ല. അപ്പോൾ ആദാമിൻ്റേതും ഒരു പാപജടമായിരുന്നില്ല. ആദാമിന് അതുകൊണ്ട് തന്നെ ഈ പാപകരമായ ജീവിതത്തിൻ്റെ ഒരു സ്വാധീനവുമില്ലായിരുന്നു. ഒരളവിൽ ഒറിജിനൽ മാനായിട്ട്, അല്ലെ ദൈവം ആഗ്രഹിച്ച ഒറിജിനൽ മനുഷ്യനായിട്ട് ദൈവം സൃഷ്ടിച്ച ആളാണ് ആദാം. ആദാമിന് എന്തൊക്കെ ഇല്ല? നമ്മൾ വീണ്ടും കാര്യങ്ങളിലേക്ക് വരിക. ആദാം പാപജടമില്ല, പഴയ മനുഷ്യനില്ല, പഴയ ജീവിതത്തിൻ്റെ ഒരു സ്വാധീനമില്ല. ഇതെല്ലാം ശരിയായിരുന്നിട്ടും
ആദാം ഒരു സുപ്രഭാതത്തിൽ പാപത്തിൽ വീണുപോയി. അതിനെ സുപ്രഭാതവും നല്ല ദുഷ്പ്രഭാതവും എന്നാണ് പറയേണ്ടത്. എങ്കിലും ഒരു ദിവസം ആദാം പാപത്തിൽ വീണുപോയി. എങ്ങനെ അത് സംഭവിച്ചത്? അപ്പോൾ ആദാമിന് ആ പ്രലോഭനം എന്തായിരുന്നു? റിയലായിരുന്നു, അല്ലാതെ ഒരു നാടകമല്ലായിരുന്നു, റിയലായിരുന്നു. ആ പ്രലോഭനത്തിൽ ആദാം ജയിച്ചില്ല, ആദാം വീണുപോയി. എന്നാൽ ഈ പ്രത്യേകതകളൊക്കെയുള്ള യേശു ആ പ്രലോഭനങ്ങളിൽ എങ്ങും ഒരു നിമിഷ നേരം പോലും വീണില്ല. അതുകൊണ്ടാണ് യേശു നമുക്ക് മാതൃകയാകുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ കാര്യങ്ങളെ കുറച്ചുകൂടെ അടുത്ത് നിന്ന് നമ്മളൊന്ന് വീക്ഷിച്ചാൽ എന്തുകൊണ്ടാണ് ആദാം വീണുപോയത്? ആദാമിന് പാപജടമുണ്ടായിരുന്നില്ല, പഴയ മനുഷ്യനുണ്ടായിരുന്നില്ല, പാപസ്വാധീനത്തിൻ്റെ ഹാങ് ഓവർ ഉണ്ടായിരുന്നില്ല എന്നെല്ലാം നമ്മൾ പറഞ്ഞെങ്കിലും പാപത്തിൽ വീഴാനുള്ള സാധ്യതയുള്ള ഒരു ഘടകം അവനിലുണ്ടായിരുന്നു. ആ ഘടകം എന്താണ്? സ്വതന്ത്ര ഇച്ഛ എന്ന് പറയുന്ന ഘടകമാണ്. ആദാമിനെ ദൈവം ഒരു യന്ത്രമനുഷ്യനായിട്ടല്ല സൃഷ്ടിച്ചത്. യന്ത്രമനുഷ്യൻ എന്ന് വെച്ചാൽ എന്താ നമുക്കറിയാം. അതായത് എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യം ചെയ്യത്തക്കവണ്ണം അവനെ അങ്ങനെ ഡിസൈൻ ചെയ്ത് അതിനപ്പുറത്തേക്കൊരു കാര്യം ചെയ്യാനായിട്ട് ഒക്കുകയില്ല. അങ്ങനെ പ്രോഗ്രാം ചെയ്ത് വിട്ടേക്കുന്ന യന്ത്രമനുഷ്യൻ അത് മാത്രമേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞതുപോലെ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ, ആദാമിനെ സൃഷ്ടിച്ചപ്പോൾ പാപം ചെയ്യാൻ കഴിയാത്ത, സ്വതന്ത്ര ഇച്ഛ ഇല്ലാത്ത ഒരു റോബോട്ടായിട്ടല്ല ദൈവം അവനെ സൃഷ്ടിച്ചത്. മറിച്ച് എന്ത് ചെയ്തു? അവന് ഒരു സ്വതന്ത്ര ഇച്ഛ കൊടുത്തു. സ്വതന്ത്ര ഇച്ഛ, ഫ്രീ വിൽ എന്ന് പറഞ്ഞാൽ എന്താ? സ്വതന്ത്ര ഇച്ഛ എന്ന് പറഞ്ഞാൽ എന്താ? സ്വതന്ത്ര ഇച്ഛ നമ്മുടെ മുമ്പിൽ എപ്പോഴും നിരന്തരം ഓരോ ദിവസവും നമ്മുടെ മുമ്പിൽ വരുന്നത് എന്താ? തിരഞ്ഞെടുപ്പാണ് നമ്മുടെ മുമ്പിൽ വരുന്നത്. തിരഞ്ഞെടുപ്പ്. ചെയ്യണോ ചെയ്യണ്ടായോ, പോണോ പോകണ്ടായോ, ടു ഡു ഓർ നോട്ട് ടു ഡു. ഷേക്സ്പിയറിൻ്റെ പ്രശസ്തമായ നാടകം ചെയ്യണോ ചെയ്യണ്ടായോ. ഇതാണ് മനുഷ്യൻ്റെ മുമ്പിൽ എപ്പോഴും ഉള്ള ഒരു ദിവസം തന്നെ നമ്മൾ നടത്തുന്ന തിരഞ്ഞെടുപ്പുകൾ നോക്കുക. ഈ തിരഞ്ഞെടുപ്പുകളിലെല്ലാം നമ്മൾ അത് ചെയ്യണോ ചെയ്യണ്ടായോ, അവസാനം നമ്മൾ ചെയ്യണമെന്നോ ചെയ്യണ്ടായെന്നോ തീരുമാനിക്കുന്നത് ഏതിനെ ആശ്രയിച്ചാണ്? നമ്മുടെ സ്വതന്ത്ര ഇച്ഛയെ, ഫ്രീ വില്ലിനെ ആശ്രയിച്ചാണ് നമ്മളൊരു തീരുമാനത്തിൽ എത്തുന്നത്. ആദവിന് ഈ ഒരു ഫ്രീ വില്ലുണ്ടായിരുന്നു. അതുകൊണ്ട് മറ്റു പല ഘടകങ്ങൾ, നമുക്കുള്ള പല ഘടകങ്ങൾ ആദാമിനില്ലാഞ്ഞിട്ടും ആദാം എന്തു ചെയ്തു? ആദാം പാപത്തിൽ വീണുപോയി. ആദാം അങ്ങനെ പാപത്തിൽ വീണു. യേശു ക്രിസ്തു പാപത്തിൽ വീണില്ല. ഞാൻ കുറച്ച് നാൾ മുമ്പ് പെന്തക്കോസിൽ നിന്ന് മുന്നോട്ട് എന്നുള്ള ആ പുസ്തകം പുറത്ത് വന്നപ്പോൾ ഒരു പെന്തക്കോസ് മാസികയിൽ അതിനെ വിമർശിച്ചുകൊണ്ട് ഒരു കാര്യം വന്നു. അപ്പോൾ ഞാനത് എന്തെങ്കിലും കാര്യം കാണുമല്ലോ എന്ന് വെച്ച് വായിച്ചു നോക്കിയപ്പോൾ ആകെപ്പാടെ ഒരൊറ്റ പോയിൻ്റ് അതിൻ്റെ അകത്ത് പറയുന്ന ഒരു പോയിൻ്റ് എന്ന് പറയുന്നത്, ഈ ഗ്രന്ഥകാരൻ പറയുന്ന പോലെ യേശു അങ്ങനൊന്നും അല്ലായിരുന്നു. യേശു എന്തായിരുന്നു? യേശു ഒരു വിശുദ്ധനായിട്ടിരുന്നു. യേശുവിനെ നമുക്ക് എന്തിനോടെങ്കിലും സാദൃശ്യപ്പെടുത്താമെങ്കിൽ ആദാമിനോടാണ് സാദൃശ്യപ്പെടുത്താവുന്നത്. ആദാമിൻ്റെ ജീവിതം പോലായിരുന്നു യേശുവിൻ്റെ ജീവിതം. അതുകൊണ്ട് യേശുവിന് എന്ത് ചെയ്യാൻ പറ്റുകയില്ലായിരുന്നു? ഒരിക്കലും പാപം ചെയ്യാൻ ഒക്കുകയില്ലായിരുന്നു. ഒരു പകൽ നട്ടുച്ചയ്ക്ക് ഒരാൾ പറയുക, നട്ടുച്ചയ്ക്ക് ഇരുട്ടാന്ന് പറയുന്ന പോലെ അത് എന്ന് വെച്ചാൽ ആദാം ശരിയാ, ആദാമിൻ്റെ ജീവനായിരുന്നു, ഒറിജിനൽ മാൻ്റെ ജീവനായിരുന്നു, ശരി. പക്ഷേ ആദാം എന്ത് ചെയ്തു? ആദാം പാപം ചെയ്തില്ലേ? അപ്പോൾ യേശുവിന് പാപം ചെയ്യാമായിരുന്നില്ലേ? കണ്ടോ, കണ്ണടച്ചിരുട്ടാക്കുക. നമുക്ക് ഉറങ്ങുന്നവരെ ഉണർത്താൻ ഒക്കും, ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ എങ്ങനെയാണ് ഒക്കുന്നത്? അപ്പോൾ നോക്കുക, നമ്മൾ പറഞ്ഞത് ആദാമിനെ സംബന്ധിച്ചിടത്തോളം ആദാമിന് ഇങ്ങനെയെല്ലാം ഉള്ള കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ആദാമിന് ദൈവം അവന് വീണ്ടും ഒരു സാധ്യത കൊടുത്തല്ലോ. എന്നാൽ ലൂസിഫറിന് കൊടുത്തില്ലല്ലോ. അതെന്തുകൊണ്ടാണ്? ആദാമിനുണ്ടായ പ്രലോഭനം അവൻ്റെ പുറത്തു നിന്നുള്ള പ്രലോഭനം. ആദാമിനെ എന്താ, ആദാം അവിടെ ചെന്നു, ഉടനെ ഹവ്വ കൊണ്ടുവന്ന് പഴം കാണിച്ചു, കഴിക്കാൻ പറഞ്ഞു, ഏതായാലും നീ കഴിച്ചല്ലോ എന്ന് വിചാരിച്ചു. ഇങ്ങനെയൊക്കെയുള്ള പ്രലോഭനം പുറത്തു നിന്നാണ്, പാമ്പ് വഴി വന്ന ഒരു പ്രലോഭനം. അതേസമയം ലൂസിഫറിന് വന്ന പ്രലോഭനം എവിടെ നിന്നായിരുന്നു? ലൂസിഫറിന് പുറത്തു നിന്ന് ആരെയും ടെംപ്റ്റ് ചെയ്യാതെ തന്നെ ലൂസിഫറിൽ നിന്ന് തന്നെയാണ് എന്തുണ്ടായത്? ആ നിഗളമുണ്ടായത്. യെശയ്യാവിൻ്റെ പുസ്തകം 14:14,
എഹെസ്കേൽ 28:15-16 എന്നീ വാക്യങ്ങൾ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും, ലൂസിഫറിൻ്റെ പ്രലോഭനം അവൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് ഉയർന്നു വന്നത്. എന്നാൽ ആദാമിൻ്റെ പ്രലോഭനം പുറത്തു നിന്നാണ് വന്നത്. അതുകൊണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ മനുഷ്യനോടുള്ള കരുണ കൊണ്ടായിരിക്കാം ദൈവം ആദാമിനൊരു സെക്കൻഡ് ചാൻസ് കൊടുത്തു. മനുഷ്യകുലത്തിന് ഈ പാപത്തിനൊരു പരിഹാരമായിട്ട് തൻ്റെ പുത്രനെ കൊടുത്തു. എന്നാൽ ലൂസിഫറിന് പിന്നൊരു ചാൻസ് ഉണ്ടായില്ല. അവൻ എന്തായിത്തീർന്നു? അവനെ പുറത്താക്കി കളഞ്ഞു, അവൻ പിശാചായിത്തീർന്നു. ഒരു പക്ഷേ ഇതുകൊണ്ടാവാം. പോട്ടെ, നമ്മുടെ വിഷയം അതല്ലല്ലോ. അപ്പം ആദാമിനെ സംബന്ധിച്ചിടത്തോളം ആദാം ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും ആദാം അവൻ്റെ സ്വതന്ത്ര ഇച്ഛയെ ഏത് നിലയിൽ ഉപയോഗിക്കുന്നു എന്നുള്ളത് ടെസ്റ്റ് ചെയ്യുകയും പ്രൂവ് ചെയ്യുകയും ചെയ്താലേ ആദാമിന് എന്താകാനൊക്കെ ഉള്ളൂ? ഒരു വിശുദ്ധനാകാനൊക്കെ ഉള്ളൂ. ഇല്ലെങ്കിൽ അവനൊരു നിഷ്കളങ്കനായിരിക്കും. പക്ഷേ നിഷ്കളങ്കതയെന്ന് പറയുന്നത്, ഇന്നസെൻസ് എന്ന് പറയുന്നത് വിശുദ്ധിയല്ല. കൊച്ചുകുട്ടി ഒരു തെറ്റും ചെയ്യാത്ത കുട്ടി, ആ കുട്ടിയെ നമുക്ക് ഒരു വിശുദ്ധൻ എന്ന് പറയാൻ ഒക്കുമോ? അല്ല, പറയാൻ ഒക്കുകയില്ല. അവന് പാപം ചെയ്യാവുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ആ പാപകരമായ സാഹചര്യങ്ങളിൽ നിന്ന് ബോധപൂർവം മാറി നിന്ന് ആ പ്രലോഭനങ്ങളെ ജയിച്ചാൽ മാത്രമേ ഒരുവൻ വിശുദ്ധനാകുള്ളൂ. മറ്റേത് നിഷ്കളങ്കതയാണ്. ആദാമിനുണ്ടായിരുന്നത് ഒരു നിഷ്കളങ്കതയാണ്, ആദാമിനുണ്ടായിരുന്നത് ഒരു വിശുദ്ധിയല്ലായിരുന്നു. ആദാം ആ വിശുദ്ധനാകാനുള്ള ഒരു ചാൻസ് നഷ്ടപ്പെടുത്തി. അവൻ ആ പാപത്തിൽ വീണുപോയി. യേശുവിനും എന്തുണ്ടായിരുന്നു? യേശുവിനും ആദമിനെ പോലെ ഒരു സ്വതന്ത്ര ഇച്ഛയുണ്ടായിരുന്നു. അല്ലാതെ യേശു എന്തല്ലായിരുന്നു? യേശുവിന് ഒത്തിരി കാര്യങ്ങളില്ലായിരുന്നെന്ന് നമ്മൾ പറഞ്ഞു. പാപജട സാദൃശ്യമേ ഉള്ളായിരുന്നു, വിശുദ്ധ പ്രജയായിരുന്നു, പഴയ മനുഷ്യനില്ലായിരുന്നു, പഴയ ജീവിതത്തിൻ്റെ ഒരു ഹാങ് ഓവർ ഇല്ലായിരുന്നു എന്നൊക്കെ നമ്മൾ 4 കൂട്ടം കാര്യങ്ങളൊക്കെ വിട്ട് പറഞ്ഞെങ്കിലും യേശുവിനും ആദമിനെ പോലെ എന്തുണ്ടായിരുന്നു? ഒരു സ്വതന്ത്ര ഇച്ഛയുണ്ടായിരുന്നു. ആര് പറഞ്ഞു? യേശു തന്നെ പറഞ്ഞു. ഒരു വാക്യം കൊണ്ട് മാത്രം നമുക്കൊരു കാര്യം പ്രൂവ് ചെയ്യരുത് എന്നാണല്ലോ പറയുന്നത്. 2 വാക്യമെങ്കിലും തനിക്കൊരു സ്വതന്ത്ര ഇച്ഛയുണ്ടെന്ന് യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 36-ാമത്തെ വാക്യവും 6:36, യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യവുമാണ് യേശുവിന് ഒരു സ്വതന്ത്ര ഇച്ഛയുണ്ടായിരുന്നു എന്നുള്ളത് യേശു തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത്. ആ ഭാഗം ഒന്ന് വായിക്കാമോ? അതായത് ഞാൻ ഉദ്ദേശിച്ചത് അതിൻ്റെ 36 അതിൻ്റെ 38-ാമത്തെ വാക്യം, 6:38 വാക്യം. ഞാൻ എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നു. അപ്പോൾ യേശുവിൻ്റെ മുമ്പിൽ ഒരു ഫ്രീ വില്ലുണ്ടായിരുന്നു, സ്വതന്ത്ര ഇച്ഛയുണ്ടായിരുന്നു. ആ സ്വതന്ത്ര ഇച്ഛ അനുസരിച്ച് ഒന്നുകിൽ യേശുവിന് എന്ത് ചെയ്യാമായിരുന്നു? സ്വന്തം ഇഷ്ടം തിരഞ്ഞെടുക്കാമായിരുന്നു, അല്ലെങ്കിൽ പിതാവിൻ്റെ ഇഷ്ടം തിരഞ്ഞെടുക്കാമായിരുന്നു. സ്വന്തം ഇഷ്ടം തിരഞ്ഞെടുത്തിരുന്നെങ്കിൽ യേശു എന്തായി പോയേനെ? ആദാം തോറ്റുപോയതുപോലെ തോറ്റുപോയേനെ. എന്നാൽ പിതാവിൻ്റെ ഇഷ്ടം തിരഞ്ഞെടുത്തത് കൊണ്ട് ഒരു രംഗത്ത് പോലും യേശു തോറ്റുപോയില്ല. 5:30 വാക്യത്തിലേക്ക് വരുമ്പോഴും ഞാൻ എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ ഇച്ഛിക്കുന്നത് കൊണ്ട്. കണ്ടോ, യേശു ഒരിക്കലും തൻ്റെ സ്വതന്ത്ര ഇച്ഛയെ സ്വന്തം ഇഷ്ടത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുകയില്ല. ഗത്സമനയിലും ഇതേ കാര്യം തന്നെ കുറച്ചുകൂടെ ആഴത്തിൽ യേശു പരീക്ഷിക്കപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ. ഗത്സമനയിലെ നിലവിളി നമ്മൾ ആ ഭാഗങ്ങൾ എടുത്ത് നോക്കിയാൽ കുറച്ചുകൂടെ വ്യക്തമാകും. പക്ഷേ നമുക്ക് സമയമില്ല. ലൂക്കോസിൻ്റെ സുവിശേഷം 22:42, മർക്കോസ് 14:36, മത്തായി എഴുതിയ സുവിശേഷം 26:42 തുടങ്ങിയ വാക്യങ്ങൾ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ആ സമയത്ത് സ്വന്തം ഇഷ്ടം ചെയ്യണോ, പിതാവിൻ്റെ ഇഷ്ടത്തിന് തന്നെ ഏൽപ്പിച്ചു കൊടുക്കണോ എന്നുള്ള ഒരു വടംവലിയിലൂടെ യേശു കടന്നു പോകുന്നതാണ് നമ്മൾ കാണുന്നത്. ഈ വടംവലിയാണ് ഓരോ തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പിലും നമ്മളും അനുഭവിക്കുന്നത്. ഈ വടംവലി ഉള്ളതുകൊണ്ടാണ് യേശുവും ആദമും നമ്മളും റോബോട്ടല്ല, യന്ത്രമനുഷ്യരല്ല, സ്വതന്ത്ര ഇച്ഛയുള്ള ആളുകളാണ് എന്ന് പറയുന്നത്. യേശു എന്ത് ചെയ്തു? യേശു തൻ്റെ പ്രലോഭനങ്ങളുടെ മുമ്പിൽ താൻ സ്വന്തം ഇഷ്ടം തിരഞ്ഞെടുക്കാതെ പിതാവിൻ്റെ ഇഷ്ടം തിരഞ്ഞെടുത്തു. പിതാവിൻ്റെ ഇഷ്ടം തിരഞ്ഞെടുത്തപ്പം അവിടെ താൻ ഒരു വടംവലി അറിഞ്ഞു. നമ്മൾ തന്നെ
ഒരു പാപം ചെയ്യാനാണ് നമ്മുടെ സ്വാഭാവികമായ താല്പര്യം. പക്ഷേ അത് വേണ്ട, നോ, ഞാനത് ചെയ്യുകയില്ല എന്ന് പറഞ്ഞ് നമ്മുടെ കണ്ണുകളെ പിൻവലിച്ച്, നമ്മുടെ മനസ്സിനെ പിൻവലിച്ച്, നമ്മുടെ കൈകളെ പിൻവലിച്ച് നമ്മൾ പോകുമ്പം ഉള്ളിലൊരു വലിയൊരു അസ്വസ്ഥത അറിയുക. അത് ചെയ്യുന്ന പറയുന്നത്, പക്ഷെ പാടില്ല എന്ന് മറുവശത്ത് നമ്മൾ നമ്മുടെ ഇഷ്ടത്തെ മാറ്റിവെച്ചിട്ട് ദൈവവചനത്തിൽ പറയുന്ന ആ കൽപ്പനയുടെ അനുസരണത്തിന് വേണ്ടി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പം നമ്മളെന്താ അറിയുന്നത്? ഉള്ളിലൊരു കഷ്ടമറിയുക ചെയ്യുന്നത്. യേശു ക്രിസ്തു അങ്ങനെ ഒരു കഷ്ടമറിഞ്ഞു എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. 1 പത്രോസിലാണ് നമ്മൾ ആ ഭാഗം കാണുന്നത്. 1 പത്രോസ് അതിൻ്റെ 4-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ക്രിസ്തു ജഡത്തിൽ കഷ്ടമനുഭവിച്ചതുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പീൻ. ജഡത്തിൽ കഷ്ടമനുഭവിച്ചവർ ജഡത്തിൽ ശേഷിച്ചിരിക്കും കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല, ദൈവത്തിൻ്റെ ഇഷ്ടത്തിനത്ര ജീവിക്കേണ്ടതിന് പാപം വിട്ടൊഴിഞ്ഞിരിക്കുന്നു. യേശു ക്രിസ്തു ജഡത്തിൽ കഷ്ടമനുഭവിച്ചു, നമ്മളും ആ ഭാവം തന്നെ ആയുധമായി ധരിക്കണം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ശരി, ഇത് നമ്മളൊരു സുവിശേഷ വിഹിത സഭയിലെ സാധാരണ ഒരാളോട് ഈ വാക്യം പറയുക. അദ്ദേഹം എന്താ കഷ്ടം എന്ന് പറയുന്നത് ഏതാ? അദ്ദേഹം ഉടനെ കഷ്ടമെന്ന് പറയുമ്പോൾ കാൽവറി ക്രൂശിൽ കർത്താവിനെ അടിച്ചു, കർത്താവിൻ്റെ തലയിൽ മുൾക്കിരീടം വെച്ചു, കർത്താവിനെ കുന്തം കൊണ്ട് കുത്തി, കർത്താവിന് നിന്നേയും പരിഹാസം ഏൽക്കേണ്ടി വന്നു, ഒത്തിരി കഷ്ടം അനുഭവിക്കേണ്ടി വന്നു. അല്ലാതെ പാപപ്രലോഭനങ്ങളെ വേണ്ടെന്ന് വെക്കുമ്പം ഉള്ളിലറിയുന്ന കഷ്ടമായിട്ട് അവർ ഈ വാക്യത്തെ കാണുന്നില്ല. എന്തുകൊണ്ട് കാണുന്നില്ല? വാക്യത്തെ ശ്രദ്ധിച്ചു വായിക്കാത്തത് കൊണ്ടാണ് കാണാത്തത്. കാരണം അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് കാൽവറി ക്രൂശിലെ കഷ്ടത്തെക്കുറിച്ചല്ല ഈ പറയുന്നത് എന്നവിടെ വ്യക്തമായിട്ട് ഒരു പദം കൊണ്ട് സൂചന നൽകുന്നുണ്ട്. എന്താ പറയുന്നത്? ജഡത്തിൽ ഇങ്ങനെ കഷ്ടം അനുഭവിച്ചാൽ അവൻ എന്ത് ചെയ്തു? അവൻ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ജീവിക്കേണ്ടതിന് പാപം വിട്ട് ഒഴിഞ്ഞിരിക്കുന്നു. പാപത്തിൻ്റെ മേലൊരു ജയം കിട്ടുന്ന ഒരു കഷ്ടത്തെക്കുറിച്ച് അവിടെ പറയുന്നു. കർത്താവായ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ മരിച്ചപ്പം അതായിരുന്നോ പ്രശ്നം? അതായിരുന്നില്ല പ്രശ്നം. അപ്പോൾ ഇവിടെ ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചു എന്ന് ഈ പറയുന്നത് കാൽവറി ക്രൂശിലെ കഷ്ടത്തെക്കുറിച്ചല്ല. പാപം വിട്ടൊഴിഞ്ഞിരിക്കുന്നു, പാപത്തിൻ്റെ മേൽ ജയം, പാപം വിട്ട് ഒഴിയുക, വിക്ടറി ഓവർ സിൻ, പാപത്തിൻ്റെ മേലുള്ള ജയം. അതിനോട് ചേർത്ത് എന്ത് പറയുന്നു? ജഡത്തിൽ ഒരു കഷ്ടമുണ്ട്, യേശു ആ കഷ്ടം അനുഭവിച്ചു. പ്രിയപ്പെട്ടവരെ, ഇത് ഒരു യാഥാർത്ഥ്യമാണ്. ഇതിലേക്ക് വെളിച്ചം വീശുന്ന കർത്താവ് എന്തുകൊണ്ടാണ് ഇതൊരു കഷ്ടമായി തീർന്നത്? കർത്താവ് സകലത്തിലും തൻ്റെ സഹോദരന്മാരോട് തുല്യനായിരുന്നു, ജഡരക്തങ്ങളുള്ളവനായിരുന്നു. എബ്രായർ 2:14-17 വാക്യങ്ങൾ നോക്കുക. സഹോദരന്മാരോട്, നമ്മളോട്. നമ്മൾ ഈ കർത്താവ് നമുക്ക് തുല്യമായിരുന്നു എന്നൊക്കെ പറയുമ്പം ചിലർ വിചാരിക്കുന്നത് കർത്താവ് ഈ ലോകമനുഷ്യന് തുല്യനായിരുന്നു എന്നാണ് നമ്മൾ ഈ പറയുന്നതെന്നാണ്. അങ്ങനല്ല. കർത്താവ് നമുക്ക് തുല്യനായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? രക്ഷിക്കപ്പെട്ട് ഒരു പഴയ മനുഷ്യന് ക്രൂശിക്കപ്പെട്ട് വിശുദ്ധിയിൽ ജീവിക്കാനായിട്ട് ഒരുങ്ങിയിരിക്കുന്ന സഹോദരനാ തുല്യൻ, അല്ലാതെ ലോകമനുഷ്യനല്ല തുല്യൻ. അതുകൊണ്ട് ലോകമനുഷ്യനുള്ള പല പ്രലോഭനങ്ങളുമില്ല. എന്നാൽ രക്ഷിക്കപ്പെട്ട ഒരുവനുള്ള സ്വതന്ത്ര ഇച്ഛ യേശുവിനുമുണ്ട്. രക്ഷിക്കപ്പെട്ട ഒരുവനും പാപം ചെയ്യാം എന്നുള്ളത് കൊണ്ട് യേശുവും സ്വന്തം ഇഷ്ടം ചെയ്തിരുന്നെങ്കിൽ പാപത്തിൽ ഒരുപക്ഷെ വീണു പോകുമായിരുന്നു. ആ സാധ്യതയുണ്ട്. അതിനെതിരെ ഒരു നിലപാടെടുക്കുമ്പം ജഡത്തിലുള്ള ഒരു കഷ്ടമുണ്ട്. ആ കഷ്ടമെന്ന് പറയുന്നത് നമ്മൾ സഹോദരന്മാർക്ക് തുല്യനായതുകൊണ്ടാണ്. നമ്മളത് അറിയുന്നുണ്ട്. കർത്താവും അതേ വടംവലിയും അതേ കഷ്ടവും അറിയുന്നുണ്ട്. അതുകൊണ്ടാണ് കർത്താവിനെ നമുക്ക് എന്ത് ചെയ്യാൻ ഒക്കുന്നത്? നമുക്ക് അനുഗമിക്കാൻ ഒക്കുന്നത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇതാണ് അതിൻ്റെ വസ്തുത. നമ്മൾ പറഞ്ഞു കർത്താവിന് പാപജഡം ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ പാപത്തിൻ്റെ പ്രലോഭനങ്ങൾ, പഴയ കാലത്തിൻ്റെ ഹാങ് ഓവർ ഉണ്ടായിരുന്നില്ല, ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷേ ഇവിടെ നമ്മൾ രക്ഷിക്കപ്പെട്ട ഒരുവൻ, പാപത്തിൻ്റെ മേൽ ജയത്തിനായിട്ട് ജീവിക്കേണ്ട ഒരുവൻ, അവനെ സംബന്ധിച്ചിടത്തോളം ഓരോ പാപവും അവൻ്റെ നേരെ വരുന്നതിന് മുമ്പാകെ അവനൊരു തെരഞ്ഞെടുപ്പുണ്ട്. ആ തെരഞ്ഞെടുപ്പ് സ്വന്തം ഇഷ്ടത്തെ മാറ്റിവെച്ച് ദൈവേഷ്ടത്തിനായിട്ട് തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നിടത്താണ്. അങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കുന്നിടത്ത് എപ്പോഴും അവനുള്ളിലൊരു കഷ്ടം അറിയുന്നുണ്ട്. പക്ഷേ ആ കഷ്ടം അനുഭവിച്ചാൽ അവൻ എന്ത് ചെയ്തു? പാപം വിട്ട് ഒഴിയും. കർത്താവും പാപം വിട്ടൊഴിയാൻ ജഡത്തിലൊരു കഷ്ടം അനുഭവിച്ചു.
കാരണം അവൻ സഹോദരന്മാർക്ക് തുല്യനായി ജഡരക്തങ്ങളുള്ളവനായിട്ട് വന്നു. അതുകൊണ്ട് യേശു നമുക്കെന്താണ്? നമുക്കൊരു മുന്നോടിയാണ്, മാതൃകയാണ്. മുന്നോടി. എബ്രായർ 6:20 പറയുന്നു, യേശു നമുക്ക് മുന്നോടിയാണ്. മുന്നോടി എന്ന് വെച്ചാൽ നമുക്ക് മുൻപേ ഓടിയവനാണ്. അതുകൊണ്ട് യേശുവിൻ്റെ പിന്നാലെ നമുക്ക് ഓടാനൊക്കും, യേശുവിനെ നമുക്ക് അനുഗമിക്കാനൊക്കും. യേശു നമുക്ക് തുല്യമായിട്ട് പോയതുകൊണ്ടാണ്, ഈ കാര്യത്തിൽ നമുക്ക് തുല്യമായിട്ട് പോയതുകൊണ്ടാണ് യേശു നമുക്ക് മുന്നോടിയും തൻ്റെ കാൽച്ചുവട് നമുക്ക് പിൻപറ്റാൻ കഴിയുന്നതും തൻ്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടാൻ കഴിയുന്നതും ഒക്കെയും അതുകൊണ്ടാണ്. ആ കാര്യങ്ങൾ കാണുന്നില്ല പലരും. ഈ താൻ അനുഭവിച്ച കഷ്ടത്തിൻ്റെ ഭാഗമായിട്ട് കർത്താവിനുണ്ടായ ഒരു കാര്യത്തെക്കുറിച്ച് എബ്രായർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. അവിടെ എന്താ പറയുന്നത്? ക്രിസ്തു തൻ്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. കണ്ടോ? ഈ വാക്യവും നമ്മൾ പറയുമ്പോൾ ഞാൻ ഈ പെന്തക്കോസ്തിൽ നിന്ന് മുന്നോട്ടെന്നുള്ള പുസ്തകത്തിൽ ഈ വാക്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് സംബന്ധിച്ചായിരിക്കണം ഒരു പ്രിയപ്പെട്ടവൻ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു. സുവിശേഷ വേദ സഭയിലെ ഒരു വലിയ പ്രസംഗകൻ അറിയപ്പെടുന്ന ഇന്നത്തെ, ഈയിടെ ഞാനൊരു കാര്യം വായിക്കാനിടയായി. യേശുവിന് ഉറച്ച നിലവിളി കണ്ണുനീരും ഒക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ അതിൻ്റെ അകത്ത് പറയുന്നത്. ആ ഉറച്ച നിലവിളിയും കണ്ണുനീരും പാപത്തിൽ വീഴാതിരിക്കാനുള്ള ഉറച്ച നിലവിളിയും കണ്ണുനീരുമാണെന്ന് ആ ഗ്രന്ഥകാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതൊന്നുമല്ല കേട്ടോ, അതൊന്നുമല്ല. അതൊക്കെ വേറെ കാര്യങ്ങളാണ്, അതൊക്കെ ഇച്ചിരി ഗഹനമായ വേറെ വിഷയങ്ങളാണ്. ഞാൻ വിചാരിച്ചു എന്നാൽ ആ ഗഹനമായ വിഷയം എന്തുവെന്ന് കേൾക്കാൻ. ഞാനത് മുഴുവൻ കേട്ടിട്ടു. അതെന്താണെന്ന് അദ്ദേഹം വിശദീകരിച്ചില്ല. നമുക്ക് അവർ വല്ലതും ബൈബിൾ കോളേജിൽ പഠിച്ചിട്ടുണ്ടോ, തിയോളജിയിൽ ഡോക്ടറേറ്റ് ഉണ്ടോ, അതല്ല ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞ് ഒരു കൈ കൊണ്ട് അതിനെ തട്ടിക്കളയാം. പക്ഷേ തട്ടിക്കളയുമ്പോൾ അതിൻ്റെ മറുവശം എന്താണെന്ന് വിശദീകരിക്കണ്ടേ? ഇവിടെ നമ്മൾ നോക്കുക, ഇവിടെ യേശു തൻ്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. ഉടനെ തന്നെ ഈ വാക്യം നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ ചുറ്റുപാടുമുള്ള സുവിശേഷ വിധ സഭകളിലുള്ള പ്രിയപ്പെട്ടവരോട് പറഞ്ഞ ഉടനെ അവർ പറയും, ഉണ്ടായിരുന്നു, യേശു കാൽവറി കുരിശിൽ കിടന്ന് നിലവിളിച്ചു പ്രാണനെ വിട്ടു, ഉറച്ച നിലവിളി കണ്ണുനീര് അതവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ആ വാക്യം ശ്രദ്ധിച്ചു വായിച്ചോ? ആ വാക്യം ശ്രദ്ധിച്ചു വായിച്ചാൽ അങ്ങനെ കണ്ണുനീരോട് അപേക്ഷയും അഭയാചനയും കഴിച്ചപ്പോൾ എന്ത് കിട്ടി? ഭയഭക്തി നിമിത്തം ഉത്തരം കിട്ടിയെന്നാണ് പറഞ്ഞത്. കാൽവറി ക്രൂശിൽ കിടന്ന് അങ്ങനെ നിലവിളിച്ച് പ്രാർത്ഥിച്ചപ്പം ദൈവം ഉടനെ പ്രത്യക്ഷനായി കർത്താവിനെ കാൽവറി ക്രൂശിൽ നിന്ന് രക്ഷപ്പെടുത്തിയായിരുന്നെങ്കിൽ ആ നിലവിളിക്ക് ഉത്തരം കിട്ടിയേനെ. പക്ഷേ യേശുവിൻ്റെ അവിടുത്തെ നിലവിളിക്ക് ഉത്തരം കിട്ടിയതായിട്ട് നമ്മൾ കാണുന്നില്ല. അപ്പോൾ പിന്നെ ആ നിലവിളിയല്ലത്, പിന്നെ ഏത് നിലവിളി? അതതിൻ്റെ തുടക്കത്തിൽ പറയുന്നുണ്ട്, തൻ്റെ ഐഹിക ജീവിതകാലത്ത്. അപ്പോൾ തൻ്റെ ജീവിതകാലത്തുണ്ടായിരുന്ന എന്തോ ഒരു നിലവിളി ഉണ്ടായിരുന്നു, എന്തോ ഒരു ഉറച്ച കണ്ണുനീരുണ്ടായിരുന്നു. അതെന്താ നമുക്കറിയില്ല എന്താണെന്ന് സൂക്ഷ്മാംശത്തിൽ നമുക്കറിയില്ല. പക്ഷേ യേശു പരസ്യ ശുശ്രൂഷ കഴിഞ്ഞ് ഓരോ രംഗത്തും എന്ത് ചെയ്തു? മലയിൽ പോയി രാത്രി മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. എന്തിനാണ് യേശു പ്രാർത്ഥിച്ചത്? യേശു പൂർണ്ണ ദൈവമല്ലായിരുന്നു. എന്തായിരുന്നു യേശുവിൻ്റെ പ്രാർത്ഥന? പ്രിയപ്പെട്ടവരെ, ആളുകളുടെ അംഗീകാരം, എല്ലാവരും ദാവീദ് പുത്രൻ ഹോശാന ഹോശാന എന്ന് പാടുക. നമ്മുടെ മുമ്പാകെ ആ നിലയിൽ വൃക്ഷക്കൊമ്പുകൾ വെട്ടി വിരിക്കുക. ഇവന് ഹോശാന പാടി ഒരു നഗരം മുഴുവൻ, ആ നഗരം ഇളകിപ്പോയി. ആ നിലയിലുള്ള അംഗീകാരവും ഒക്കെ 30-33 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനിൽ ലഭിക്കുക. ഈ അംഗീകാരവും ബഹുമാനവും ഒക്കെ തനിക്കായിട്ട് എടുത്തു പോയിട്ടുണ്ടെങ്കിൽ, ഒരു നിമിഷ നേരത്തെങ്കിലും അങ്ങനെ ആയിപ്പോയിട്ടുണ്ടെങ്കിൽ, ചാഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്തായി? പിതാവിൻ്റെ ഇഷ്ടത്തിന് വിപരീതമായി പോയി, പാപത്തിൽ വീണുപോയി. അതുണ്ടാകരുതേ. നമ്മളെക്കാൾ ഈ കാര്യങ്ങളിൽ കർത്താവ് പൂർണ്ണ മനസ്കനായതുകൊണ്ട് കർത്താവിന് എത്ര ഉറച്ച നിലവിളിയും കണ്ണുനീരും ഉണ്ടായി കാണും. അല്ലാതൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉറച്ച നിലവിളിയും കണ്ണുനീരോടും കൂടെ അപേക്ഷ അഭയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. അതുകൊണ്ട് യേശുവിന് എന്ത് സംഭവിച്ചു? ഒരു നിമിഷ നേരത്തേക്ക് പോലും പാപത്തിൽ വീണു പോകേണ്ടതായിട്ട് വരാത്തത് കൊണ്ടാണ് ആ അപേക്ഷയ്ക്കെല്ലാം ഉത്തരം കിട്ടി. ഈ വാക്യത്തെ നമ്മൾ കൃത്യമായിട്ട് വായിച്ചു നോക്കിയാലേ നമ്മളത് എന്താ യേശു അനുഭവിച്ച ഈ വടംവലിയ, ഇത് നമ്മുടെ ദൃഷ്ടിയിൽ ഒരു നിമിഷ നേരത്തേക്ക്
ഗത്സമനത്തോട്ടത്തിലെ ആ രംഗമൊന്ന് കാണിച്ചുകൊണ്ട് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ എന്തായിരുന്നു? അവിടെ യേശു പറഞ്ഞു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീങ്ങിപ്പോകണം എന്ന് പ്രാർത്ഥിച്ചേച്ച് യേശു ഒരു മൗനം. നമ്മൾ ആ രംഗം ഒന്ന് വിഭാവന ചെയ്ത് നോക്ക്. യേശു ആരാ? ദൈവമാണ്. തൻ്റെ ദൈവത്വത്തിൽ താൻ പറയും, എനിക്കിത് വേണ്ടാന്ന് പറഞ്ഞാൽ പിന്നത് കൊടുക്കാൻ ഒക്കുമോ? വേണ്ടാന്ന് പറഞ്ഞ് അവിടെ കൊണ്ട് താൻ പ്രാർത്ഥന അങ്ങ് നിർത്തിയിരുന്നെങ്കിൽ നമ്മൾ പാപികളായ നമുക്ക് ഒരിക്കലും ഒരു രക്ഷ ഉണ്ടാകുമായിരുന്നില്ല. പക്ഷേ ഇതെനിക്ക് വേണ്ടാന്ന് പറഞ്ഞേച്ച് പെട്ടെന്ന് കർത്താവ് പറഞ്ഞു, എങ്കിലും നോട്ട് മൈ വിൽ ബട്ട് യുവർ വിൽ എന്ന് പറഞ്ഞ് തൻ്റെ ഇഷ്ടത്തെ പിതാവിൻ്റെ ഇഷ്ടത്തിന് സമർപ്പിച്ചെടുത്ത് ഇത് തമ്മിലൊരു നേരിയ അതിർവരമ്പേ ഉള്ളായിരുന്നു. ഒരല്പമേ ഉള്ളായിരുന്നു. ഒരു ചിന്തകൻ പറഞ്ഞേക്കുന്ന പോലെ മാനവരാശിയുടെ മുഴുവൻ പാകതയും മാനവരാശിയുടെ മുഴുവൻ വിധിയും ഒരൊറ്റ വാക്കിലാണ് അന്നേരം തൂങ്ങിക്കിടന്നത്. ഒരൊറ്റ വാക്കിൽ. ഏത് വാക്കിൽ? എങ്കിലും. എൻ്റെ ഇഷ്ടമല്ല, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല. ഇതിനെ രണ്ടിനെ ഘടിപ്പിച്ചുകൊണ്ട് ഇതെന്നിൽ നിന്ന് നീങ്ങിപ്പോകണം, ഈ പാനപാത്രം എനിക്ക് കുടിക്കണ്ട. പിന്നെ അതിൻ്റെ മറുവശത്ത് നിൻ്റെ ഇഷ്ടമാകട്ടെ. ഇതിനെ രണ്ടിനെയും കൂടെ ഘടിപ്പിച്ചുകൊണ്ട് എങ്കിലും എന്നൊരു ഘടകപദം. ആ എങ്കിലും എന്നൊരൊറ്റ വാക്കയിലാണ് നമ്മുടെ മുഴുവൻ ഭാഗധേയം തൂങ്ങിക്കിടന്നത് എന്നാണ് നമ്മൾ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഞാനൊരു വാക്യം കൂടെ വായിച്ചിട്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. അത് 1 തീമോത്തിയോസ് 3-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യമാണ്. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്കും പ്രത്യക്ഷനായി, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാവണ്ണം വലിയതാകും. മർമ്മം എന്ന് പറഞ്ഞാൽ എന്താ? മർമ്മം എന്ന് പറഞ്ഞാൽ രഹസ്യം. ഒരു നിഗൂഢതയാണത്. ഒരു രഹസ്യമാണ്. ആ രഹസ്യം എന്താ? യേശു ജഡത്തിൽ വന്നു, ജഡത്തിൽ വെളിപ്പെട്ടു. നമ്മുടേതുപോലെ ഒരു ജഡത്തിൽ വന്നു. അപ്പം തന്നെ നമ്മളിൽ നിന്ന് വ്യത്യാസമുണ്ട്. പക്ഷേ സ്വതന്ത്ര ഇച്ഛയുടെ കാര്യത്തിൽ നമ്മുടെ അതേ പ്രശ്നം. പാപത്തെ സംബന്ധിച്ച് ആ സ്വതന്ത്ര ഇച്ഛയാണ് പ്രധാനം. അതുകൊണ്ട് കർത്താവ് ഒരു ജഡത്തിൽ വന്നു. പക്ഷേ അവിടുന്ന് ആത്മാവിൽ ഒരു നിമിഷ നേരത്തേക്ക് പോലും ഒരു കളങ്കമില്ലാതെ നീതീകരിക്കപ്പെട്ടവനായിട്ട് നിന്നു. ഇത് രണ്ടും കൂടെ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്? ഇതൊരു ദൈവഭക്തിയുടെ ഒരു രഹസ്യമാണ്. ഈ രഹസ്യം അത് വലുതാണ് എന്നാണ് പറയുന്നത്. ഈ വലിയ രഹസ്യം അറിയുന്നവർ തീർച്ചയായിട്ടും അവരുടെ എണ്ണം കുറവായിരിക്കും. ജീവനിലേക്കുള്ള വഴി ഇടുക്കവും ഞെരുക്കവും ഉള്ളത് അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ എന്ന് നമ്മൾ വായിക്കുന്ന പോലെ ഈ കാര്യം പലരുടെയും കണ്ണിന് മറഞ്ഞിരിക്കാൻ ദൈവം പോലും ആഗ്രഹിച്ചെന്നാണ് എനിക്ക് തോന്നുന്ന കാര്യം. അതുകൊണ്ടാണ് ഇത് രഹസ്യമാക്കി വെച്ചത്. പക്ഷേ ആ രഹസ്യം കണ്ടെത്തി ഈ നിലയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ ഒരു ചുവട് വയ്ക്കാൻ ഞാനൊരു പൂർണ്ണതയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ കാര്യങ്ങളെക്കുറിച്ചൊരു ബോധ്യം, ദൈവം വെച്ചിരിക്കുന്ന ഈ വഴിയെക്കുറിച്ച്, ഈ ദൈവഭക്തിയുടെ മർമ്മം, അതിനെക്കുറിച്ചുള്ള ഒരു ബോധ്യം, അതാണ് നമ്മൾ ഇത്രയും നേരം ചിന്തിച്ചത്. ദൈവം ഈ കാര്യം നമുക്ക് കൂടുതൽ ഒരു വെളിപ്പാടായിട്ട് തരട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് ഇരിക്കുന്നു. താങ്ക് യു.